അനുഗ്രഹമായി തീരുവാൻ ഏൽപ്പിക്കുകയാണ്. ഹല്ലേലൂയ. അവിടെ ഞങ്ങളെ സഹായിക്കണം കർത്താവേ, അവിടെ ഞങ്ങളെ ബലപ്പെടുത്തണം. ഹല്ലേലൂയ. കർത്താവേ, ഹല്ലേലൂയ. ഞാൻ എന്റെ കണ്ണ് പുറകിലേക്ക് ഉയർത്തുന്നു. എനിക്ക് സഹായം എവിടുന്ന് വരും? എന്റെ സഹായം ആകാശത്തെയും ഭൂമിയുണ്ടാക്കി യഹോവയിൽ നിന്ന് വരുന്നു. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഈ പ്രഭാതത്തിൽ കർത്താവേ, ഞങ്ങൾ കർത്താവിന്റെ മുഖത്തേക്ക് ഞങ്ങൾ നോക്കുന്നു. ഹല്ലേലൂയ. കർത്താവേ, സ്തോത്രം സ്തോത്രം സ്തോത്രം. ആ കൃപയിൽ ഞങ്ങളെ പൊതിയണമേ കർത്താവേ. ഈ ആരാധന കർത്താവെ ദൈവങ്ങളെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അഭിഷിക്തന്മാരെ ദൈവങ്ങളെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. ഞങ്ങളുടെ ദേവാസന്മാരെ കർത്താവിന്റെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. കുടുംബങ്ങളായ കർത്താവ് കാത്തു സൂക്ഷിക്കണമേ. ആയിരിക്കുന്ന സ്ഥാനത്ത് കർത്താവേ, ഹല്ലേലൂയ. കൃപയിൽ പൊതിനമേ കർത്താവേ. ശുശ്രൂഷയിലെല്ലാം കർത്താവേ മാനിക്കണമേ കർത്താവേ. ഹല്ലേലൂയ. യാത്രയിലും വാഹനത്തിലൊക്കെ ആയിരിക്കുമ്പോൾ കർത്താവേ, ഹല്ലേലൂയ. കർത്താവ് ഇത്രത്തോളം പരിപാലിച്ചല്ലോ കർത്താവേ. ഹല്ലേലൂയ. സ്തോത്രം സ്തോത്രം സ്തോത്രം. കർത്താവേ, ഞങ്ങളുടെ സഭകളെല്ലാം പ്രാർത്ഥിക്കുന്നു. ദാസർക്കമേ സഭയോർത്ത് പ്രാർത്ഥിക്കുന്നു. ഷാജാ സഭയോർത്ത് പ്രാർത്ഥിക്കുന്നു. അജ്മാൻ സഭയോർത്ത് പ്രാർത്ഥിക്കുന്നു. മറ്റു പ്രവർത്തനങ്ങളെല്ലാം പ്രാർത്ഥിക്കുന്നു. നമ്മുടെ ലീഡേഴ്സിനെ ഒക്കെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. എല്ലാ ദേവാസന്മാരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. കുടുംബങ്ങളായ കർത്താവ് സഹായിക്കണമേ. ഞാൻ കുഞ്ഞുങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു കർത്താവേ. അവരുടെ സ്കൂളൊക്കെ തുറന്നല്ലോ കർത്താവേ. ഹല്ലേലൂയ. അടുത്ത ദിവസങ്ങൾ പരീക്ഷയൊക്കെ ആണല്ലോ കർത്താവേ. ബുദ്ധി ഞാനൊക്കെ കൊടുത്ത് കർത്താവേ നല്ല രീതിയിൽ പരീക്ഷയൊക്കെ എഴുതുവാൻ കർത്താവെ, പ്രത്യേകിച്ച് ഈ മഹാമാരിയിൽ കർത്താവെ അവരെല്ലാം കാത്തു സൂക്ഷിക്കണമേ അപേക്ഷിക്കുന്നു. ഹല്ലേലൂയ. ഇന്നത്തെ പകൽ പ്രഭാതത്തിൽ കർത്താവേ, വിശുദ്ധ ആരാധന കർത്താവേ, ഹല്ലേലൂയ. ഗാനങ്ങൾ പാടി മോത്തപ്പെട്ട അഭിഷിക്തന്മാരെ ബലപ്പെടുത്തണമേ കർത്താവേ. തുടർന്നുള്ള സങ്കീർത്തനങ്ങൾ, ഹല്ലേലൂയ. നല്ല വചനം, നല്ല പ്രബോധനങ്ങൾ, നല്ല സാക്ഷ്യം കർത്താവേ, ഇന്ന് ഞങ്ങളുടെ ജീവിതത്തിലെ കർത്താവെ വിടുതലും ആശ്വാസമായി തീരുവാൻ കർത്താവ് സഹായിക്കണമേ. ആരെങ്കിലും കർത്താവെ ഏതൊരു വിഷയം ഭാരപ്പെടുന്നുണ്ടെങ്കിൽ കർത്താവെ, ഈ വചനം കർത്താവെ അവർക്ക് സൗഖ്യം നൽകണം. ഈ വചനം അവർക്ക് ഹല്ലേലൂയ വിടുതൽ നൽകണം. ഈ വചനം അവർക്ക് ആശ്വാസം നൽകണം കർത്താവെ. ഹല്ലേലൂയ. ഞങ്ങളുടെ കുടുംബങ്ങളായ സൗരങ്ങളെല്ലാം ഒട്ട് പ്രാർത്ഥിക്കുന്നു. ഇന്നത്തെ ആരാധനയ്ക്ക് അനുഗ്രഹമായി തീരുവാൻ കർത്താവ് സഹായിക്കണമേ. ഞങ്ങൾ ഭവനത്തിലൊക്കെ ആയിരിക്കുമ്പോൾ കർത്താവെ ദൈവിക സാന്നിധ്യത്താൽ നിറക്കണമേ കർത്താവെ. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവിന്റെ നിയന്ത്രണത്തിൽ കർത്താവെ ആദ്യം അവസാനം വരെയും ദൈവകൃപയിൽ നിങ്ങൾ പൊതിയണമേ കർത്താവെ. ഹല്ലേലൂയ. ഏതെങ്കിലും വിഷയങ്ങൾ തടസ്സമായി നിൽക്കുന്നുണ്ട് കർത്താവെ, അതൊക്കെ ഞങ്ങൾ ക്ഷമിക്കണമേ കർത്താവെ. ഹല്ലേലൂയ. ഹല്ലേലൂയ. ബന്ധപ്പെട്ട രക്തത്താൽ ഞങ്ങളെ കഴുകണമേ കർത്താവെ. ഹല്ലേലൂയ. ഇന്ന് പകൽ പിന്നെ ഞങ്ങളെ അനുഗ്രഹിക്കണമേ കർത്താവെ. സാന്നിധ്യബോധത്തോടെ ഞങ്ങൾ ഇരുത്തണമേ കർത്താവെ. ഹല്ലേലൂയ. ദൈവകരങ്ങൾ പിന്നെ ഏൽപ്പിച്ച പ്രാർത്ഥിക്ക് തുടർന്നുള്ള സമയം കർത്താവെ. ഹല്ലേലൂയ. കൃപയിൽ ഞങ്ങളെ പൊതിഞ്ഞ് പരിശുദ്ധാത്മാവിന്റെ നിയന്ത്രണത്തിലായി തീരുവാൻ കർത്താവ് സഹായിക്കണം. അതിങ്ങളെ താഴ്ത്തുകയാണ്. ഹല്ലേലൂയ. പ്രാർത്ഥനയ്ക്കായി സ്തോത്രം. യേശുവിന്റെ നാമത്തിൽ തന്നെ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. കർത്താവിന്റെ തന്നെ പേരിൽ നാമം വാഴ്ത്തപ്പെടട്ടെ. നമുക്ക് തുടർന്നും ആരാധനയ്ക്ക് വേണ്ടി സമയങ്ങൾ വേർതിരിക്കാം. ദൈവം നമുക്ക് നല്ലവനായി. കഴിഞ്ഞ ആഴ്ച മുഴുവനും അവന്റെ വല്ലഭനായ ദൈവത്തിന്റെ ചിറകിന്റെ മറവിൽ ദൈവം നമ്മെ പരിപാലിച്ചല്ലോ. ആ കർത്താവിന്റെ സ്നേഹത്തെ ഓർത്ത് ചേർന്ന് പാടി കർത്താവിനെ മഹത്വപ്പെടുത്താം. എൻ ദൈവം നല്ലവൻ എന്നെന്നുമേ, എന്നാഥൻ വല്ലഭൻ എന്നാളുമേ, എന്നെ സ്നേഹിച്ചവൻ, എന്നെ രക്ഷിപ്പാൻ തൻ ജീവൻ തന്നവൻ എൻ രക്ഷകൻ. സ്തോത്രം. നമുക്ക് വേണ്ടി ജീവനെ നൽകിയ, നമ്മെ സ്നേഹിച്ച, നമ്മെ വീണ്ടെടുത്ത അരുമനാഥന്റെ മുമ്പിൽ നമ്മെ തന്നെ സമർപ്പിച്ചുകൊണ്ട് നമുക്ക് ചേർന്ന് പാടാം. ഹല്ലേലൂയ. എൻ ദൈവം നല്ലവൻ എന്നെന്നുമേ, എന്നാഥൻ വല്ലഭൻ എന്നാളുമേ. എൻ ദൈവം നല്ലവൻ എന്നെന്നുമേ, എന്നാഥൻ വല്ലഭൻ എന്നാളുമേ. എന്നെ സ്നേഹിച്ചവൻ, എന്നെ രക്ഷിപ്പാൻ തൻ ജീവൻ തന്നവൻ എൻ രക്ഷകൻ. എന്നെ സ്നേഹിച്ചവൻ, എന്നെ രക്ഷിപ്പാൻ തൻ ജീവൻ തന്നവൻ എൻ രക്ഷകൻ. ആ നല്ല ദേശത്തിൽ നിത്യമാം പ്രകാശത്തിൽ ഹംഷിയായിട്ടെന്നെ ചേർത്തതാ. കീർത്തിക്കും ഞാനാവൻ ത്യാഗത്തെ, വർണ്ണിക്കും ഞാനൻ അന്ത്യനാൾ വരെ. കീർത്തിക്കും ഞാനാവൻ ത്യാഗത്തെ, വർണ്ണിക്കും ഞാനൻ അന്ത്യനാൾ വരെ. വന്ദനം നാഥനേ എൻ രക്ഷകാ, നിന്നിച്ചു നിന്നെ ഞാൻ എൻ ദോഷ
ദോഷത്താൽ വന്ദനം നാഥനേ എൻ രക്ഷക. നിന്ദിച്ചു നിന്നെ ഞാൻ എൻ ദോഷത്താൽ, എൻ പേർക്കി കഷ്ടത ക്രൂരതയും വഹിച്ചൻ പേർക്കായി എൻ രക്ഷക. എൻ പേർക്കി കഷ്ടത ക്രൂരതയും വഹിച്ചൻ പേർക്കായി എൻ രക്ഷക. ആ നല്ല ദേശത്തിൽ നിത്യമാം പ്രകാശത്തിൽ അംശിയായിട്ടെന്നെ ചേർത്തതാ. കീർത്തിക്കും ഞാനവൻ ത്യാഗത്തെ, വർണ്ണിക്കും ഞാനൻ അന്ത്യനാൾ വരെ. കീർത്തിക്കും ഞാനവൻ ത്യാഗത്തെ, വർണ്ണിക്കും ഞാനൻ അന്ത്യനാൾ വരെ. ഞാൻ ചെയ്ത പാതകം ക്ഷമിച്ചു നീ, സ്വന്തമായി എന്നെ നീ സ്വീകരിച്ചു. ഞാൻ ചെയ്ത പാതകം ക്ഷമിച്ചു നീ, സ്വന്തമായി എന്നെ നീ സ്വീകരിച്ചു. വീഴാതെ താങ്ങണേ അന്ത്യനാൾ വരെ, നടത്തി പോറ്റുക എൻ ദൈവമേ. വീഴാതെ താങ്ങണേ അന്ത്യനാൾ വരെ, നടത്തി പോറ്റുക എൻ ദൈവമേ. ആ നല്ല ദേശത്തിൽ നിത്യമാം പ്രകാശത്തിൽ ഹംസിയായിട്ടെന്നെ ചേർത്തതാ. കീർത്തിക്കും ഞാനവൻ ത്യാഗത്തെ, വർണ്ണിക്കും ഞാനൻ അന്ത്യനാൾ വരെ. കീർത്തിക്കും ഞാനവൻ ത്യാഗത്തെ, വർണ്ണിക്കും ഞാനൻ അന്ത്യനാൾ വരെ. വന്ദനം നാഥനേ എൻ രക്ഷക. നിന്ദിച്ചു നിന്നെ ഞാൻ എൻ ദോഷത്താൽ, വന്ദനം നാഥനേ എൻ രക്ഷക. നിന്ദിച്ചു നിന്നെ ഞാൻ എൻ ദോഷത്താൽ, എൻ പേർക്കി കൃഷ്ടത ക്രൂരതയും വഹിച്ചൻ പേർക്കായി എൻ രക്ഷക. എൻ പേർക്കി കഷ്ടത ക്രൂരതയും വഹിച്ചൻ പേർക്കായി എൻ രക്ഷക. ചേർന്ന് പാടാം. ആ നല്ല ദേശത്തിൽ നിത്യമാം പ്രകാശത്തിൽ ഹംസിയായിട്ടെന്നെ ചേർത്തതാ. കീർത്തിക്കും ഞാനവൻ ത്യാഗത്തെ, വർണ്ണിക്കും ഞാനൻ അന്ത്യനാൾ വരെ. കീർത്തിക്കും ഞാനവൻ ത്യാഗത്തെ, വർണ്ണിക്കും ഞാനൻ അന്ത്യനാൾ വരെ. എൻ ദൈവം നല്ലവൻ എന്നെന്നുമേ, എൻ നാഥൻ വല്ലവൻ എന്നാളുമേ. എൻ ദൈവം നല്ലവൻ എന്നെന്നുമേ, എൻ നാഥൻ വല്ലവൻ എന്നാളുമേ. എന്നെ സ്നേഹിച്ചവൻ എന്നെ രക്ഷിപ്പാൻ, തൻ ജീവൻ തന്നവൻ എൻ രക്ഷകൻ. എന്നെ സ്നേഹിച്ചവൻ എന്നെ രക്ഷിപ്പാൻ, തൻ ജീവൻ തന്നവൻ എൻ രക്ഷകൻ. ആ നല്ല ദേശത്തിൽ നിത്യമാം പ്രകാശത്തിൽ അംശിയായിട്ടെന്നെ
കീർത്തിക്കും ഞാനവൻ ത്യാഗത്തെ, വർണ്ണിക്കും ഞാനൻ അന്ത്യനാൾ വരെ. കീർത്തിക്കും ഞാനവൻ ത്യാഗത്തെ, വർണ്ണിക്കും ഞാനൻ അന്ത്യനാൾ വരെ. കീർത്തിക്കും ഞാനവൻ ത്യാഗത്തെ, വർണ്ണിക്കും ഞാനൻ അന്ത്യനാൾ വരെ. കീർത്തിക്കും ഞാനവൻ ത്യാഗത്തെ, വർണ്ണിക്കും ഞാൻ അന്ത്യനാൾ വരെ. ഹല്ലേലൂയ. കീർത്തിക്കും ഞാനാ വൻ ത്യാഗത്തെ, വർണ്ണിക്കും ഞാൻ അന്ത്യനാൾ വരെ. സ്തോത്രം. ആ നല്ല ദേശത്തിൽ നിത്യമാം പ്രകാശത്തിൽ അംശിയാക്കുവാൻ നമുക്ക് വേണ്ടി യാഗമായി തീർന്ന കർത്താവിന്റെ സ്നേഹത്തെ ഇന്ന് പകലോർക്കാൻ കഴിയുമോ? ഹല്ലേലൂയ. സ്തോത്രം. കീർത്തിക്കും. അതുകൊണ്ട് ഞാൻ കീർത്തിക്കും, ഞാൻ പാടും, ഞാൻ ആരാധിക്കും. അവന്റെ സ്നേഹത്തെ ഞാൻ വർണ്ണിക്കും, അവന്റെ നന്മകളെ ഞാൻ ഓർക്കും. ഹല്ലേലൂയ. എന്നെ വീണ്ടെടുക്കുവാൻ, എന്നെ രക്ഷിക്കുവാൻ താണഭൂമിയിലേക്ക് ഇറങ്ങി വന്ന ദൈവ സ്നേഹത്തെ ഇന്ന് പകലോർക്കാൻ കഴിയുമോ? ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രൈസ്. ഒരു പാട്ടുകൂടെ പാടി നമുക്ക് കർത്താവിനെ മഹത്വപ്പെടുത്താം. പാടി പുകഴ്ത്തിടാം ദേവദേവനെ പുതിയതാം കൃപകളോടെ. പാടി പുകഴ്ത്തിടാം ദേവദേവനെ പുതിയതാം കൃപകളോടെ. ഇന്നലെയും ഇന്നുമെന്നും മാറാ യേശുവേ നാം പാടി പുകഴ്ത്താം. ഇന്നലെയും ഇന്നുമെന്നും മാറാ യേശുവേ നാം പാടി പുകഴ്ത്താം. യേശു എന്ന നാമമേ എന്നാത്മാവിൻ ഗീതമേ. യേശുവേ ഞാനെന്നും വാഴ്ത്തി പുകഴ്ത്തിടുമേ. എൻ പ്രിയ യേശുവേ ഞാനെന്നും വാഴ്ത്തി പുകഴ്ത്തിടുമേ. ഘോര ഭയങ്കര കാറ്റുമലയും കൊടിയ
ചേർന്നു പ്രിയനായി ഈ വേല ചെയ്യും ഞാൻ. യേശു എന്ന നാമമേ എൻ ആത്മാവിൻ ഗീതമേ, എൻ പ്രിയ യേശുവേ ഞാനെന്നും വാഴ്ത്തി പുകഴ്ത്തിയിടുമേ. എൻ പ്രിയ യേശുവേ ഞാൻ വാഴ്ത്തി പുകഴ്ത്തിയിടുമേ. ഭൂമിയിലെങ്ങും പോയി സാക്ഷി ചൊല്ലുവിൻ എന്നുരച്ച കൽപ്പനയതാൽ. ഭൂമിയിലെങ്ങും പോയി സാക്ഷി ചൊല്ലുവിൻ എന്നുരച്ച കൽപ്പനയതാൽ. ദേഹം ദേഹിയെല്ലാമോ ചേർന്നു പ്രിയനാ ഈ വേല ചെയ്യും ഞാൻ. ദേഹം ദേഹിയെല്ലാമോ ചേർന്നു പ്രിയനാ ഈ വേല ചെയ്യും ഞാൻ. യേശു എന്ന നാമമേ എൻ ആത്മാവിൻ ഗീതമേ, എൻ പ്രിയ യേശുവേ ഞാനെന്നും വാഴ്ത്തി പുകഴ്ത്തിയിടുമേ. എൻ പ്രിയ യേശുവേ വാഴ്ത്തി പുകഴ്ത്തിയിടുമേ. യോർദാൻ സമമനശോധനയിലും താണു വീണു പോകാതെ, യോർദാൻ സമമനശോധനയിലും താണു വീണു പോകാതെ, പിഞ്ചയധ്വനിയോടെ കാത്തുപാലിക്കും നാം സ്നേഹമാശ്ചര്യം. പിഞ്ചയധ്വനിയോടെ കാത്തുപാലിക്കും നാം സ്നേഹമാശ്ചര്യം. യേശു എന്ന നാമമേ എൻ ആത്മാവിൻ ഗീതമേ, എൻ പ്രിയ യേശുവേ ഞാനെന്നും വാഴ്ത്തി പുകഴ്ത്തിയിടുമേ. എൻ പ്രിയ യേശുവേ ഞാനെന്നും വാഴ്ത്തി പുകഴ്ത്തിയിടുമേ. ഘോര ഭയങ്കര കാറ്റുമലയും കൊടിയതായി വരും നേരത്തിൽ, ഘോര ഭയങ്കര കാറ്റുമലയും കൊടിയതായി വരും നേരത്തിൽ, കാക്കും കരങ്ങളാൽ ചേർത്തു മാർവണച്ച സ്നേഹം നിത്യം പാടും ഞാൻ. കാക്കും കരങ്ങളാൽ ചേർത്തു മാർവണച്ച സ്നേഹം നിത്യം പാടും ഞാൻ. യേശു എന്ന നാമമേ എൻ ആത്മാവിൻ ഗീതമേ, പ്രിയ യേശുവേ ഞാനെന്നും വാഴ്ത്തി പുകഴ്ത്തിയിടുമേ. എൻ പ്രിയ യേശുവേ ഞാനെന്നും വാഴ്ത്തി പുകഴ്ത്തിയിടുമേ. പെറ്റ തള്ള കുഞ്ഞിനെ മറന്നാലും ഞാൻ മറക്ക എന്ന വാർത്തയാൽ, പെറ്റ തള്ള കുഞ്ഞിനെ മറന്നാലും ഞാൻ മറക്ക എന്ന വാർത്തയാൽ, കാട്ടി എന്നെ തൻ കരത്തിൽ വെച്ചു ജീവപാത എന്നും ഓടും ഞാൻ. കരങ്ങളെ അടിച്ച് ചേർന്ന് പഠിക്കട്ടെ. എന്നെ തൻ കരത്തിൽ വെച്ചു ജീവപാത എന്നും ഓടും ഞാൻ. യേശു എന്ന നാമമേ എൻ ആത്മാവിൻ ഗീതമേ, എൻ പ്രിയ യേശുവേ ഞാനെന്നും വാഴ്ത്തി പുകഴ്ത്തിയിടുമേ. 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 പ്രിയ യേശുവേ ഞാനെന്നും വാഴ്ത്തി പുകഴ്ത്തിയിടുമേ. പ്രിയ യേശുവേ വാഴ്ത്തി പുകഴ്ത്തിയിടുമേ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ
ഹല്ലേലൂയ ഹല്ലേലൂയ ആരാധന വെളിപ്പെട്ടു വരട്ടെ ഹല്ലേലൂയ ഇരിക്കുന്ന ഇടത്തിരുന്ന് ദൈവത്തെ ആരാധിച്ചു തുടങ്ങിക്കാട്ടെ ഹല്ലേലൂയ 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 ആമേൻ കരങ്ങളെ ചലിപ്പിച്ചുകൊണ്ട് ഹല്ലേലൂയ അധരങ്ങളെ തുറന്നുകൊണ്ട് ഇന്ന് പകൽ ദൈവത്തെ ഒന്ന് പുകഴ്ത്തിക്കാട്ടെ ആ ദൈവത്തിന് മഹത്വം കൊടുത്താട്ടെ ഹല്ലേലൂയ ഹല്ലേലൂയ ഇരിക്കുന്ന ഭവനത്തിനകത്ത് ഹല്ലേലൂയ അതത് റൂമുകളിനകത്ത് ആരാധന വെളിപ്പെട്ടു വരുന്ന പകലായി മാറട്ടെ ഹല്ലേലൂയ 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 ദൈവദൂതന്മാരുടെ കൂടെയുള്ള ആരാധന ഇന്ന് പകൽ വെളിപ്പെട്ടു വരുന്ന പകലായി മാറട്ടെ ഹല്ലേലൂയ 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 ആരാധന വെളിപ്പെടട്ടെ ഹല്ലേലൂയ ഒരു മനപ്പെട്ട് ഏക മനസ്സോട് കൂടെ എവിടെ ദൈവമക്കൾ ഒന്നിച്ചു കൂടുന്നു അതിന്റെ നടുവിൽ ഇറങ്ങി വരുന്ന ഒരു ദൈവമുണ്ട് ഹല്ലേലൂയ അങ്ങനെയെങ്കിൽ സൂമിലാണെങ്കിലും അതത് ഭവനങ്ങളിലകത്ത് ഇറങ്ങി വരുന്ന ദൈവ സാന്നിധ്യത്തിന് മുൻപിൽ ഇന്ന് പകൽ ആരാധിപ്പാൻ ഹല്ലേലൂയ ആത്മാവിന്റെ നിറവോടെ ദൈവത്തെ സ്തുതിക്കാം ഹല്ലേലൂയ അതരങ്ങളൊന്ന് തുറക്കാം ഹല്ലേലൂയ ആമേൻ കരങ്ങളെ അടിക്കുവാൻ ഇന്ന് വലത്തുവർക്ക് കഴിയും അങ്ങനെയുള്ളവരുടെ ശബ്ദം ഉയരട്ടെ ദൈവത്തോടെ ആരാധന വെളിപ്പെട്ടു വരട്ടെ ഹല്ലേലൂയ ദൂതന്മാരുടെ നടുവിൽ ദൂതന്മാരുടെ കൂടെ ഹല്ലേലൂയ സൈന്യങ്ങളെ യഹോവ പരിശുദ്ധൻ 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 എന്നിങ്ങനെ രാപകൽ വിശ്രമം കൂടാതെ ആരാധിച്ചുകൊണ്ടിരിക്കുന്ന ദൂതന്മാരുടെ കൂടെ നിന്നുകൊണ്ട് എന്റെ ദൈവം മഹത്വം എന്റെ ദൈവത്തിന് മഹത്വം എന്റെ ദൈവം വാഴ്ത്തപ്പെട്ടവരെന്ന് പറയുവാൻ ഇന്ന് വലത്തുവർക്ക് കഴിയും അങ്ങനെയുള്ളവർ അതരങ്ങൾ ചലിക്കട്ടെ അതരങ്ങൾ ചലിക്കട്ടെ അതരങ്ങൾ ചലിക്കട്ടെ ഹല്ലേലൂയ യേശുവിന്റെ നാമത്തിൽ ജയമെടുക്കുകയാ ഹല്ലേലൂയ യേശുവിന്റെ നാമത്തിൽ ജയമെടുക്കുകയാ ഹല്ലേലൂയ 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 സർവവ്യാപിയായ ദൈവത്തിന്റെ സാന്നിധ്യം ഹല്ലേലൂയ ശ്രദ്ധയോടെ ദൈവസ്ഥാനം കരങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന ദൈവമക്കളുടെ അടുത്തേക്ക് ഇറങ്ങി വരുന്ന ദൈവ സാന്നിധ്യം അവൻ സർവവ്യാപിയായ ദൈവമാണ് സർവശക്തനായ ദൈവം ഹല്ലേലൂയ എവിടെയും ഒരുപോലെ ഇറങ്ങി വരുന്ന ദൈവ സാന്നിധ്യം ആത്മാർത്ഥതയോടെ പ്രാർത്ഥിക്കുന്ന ദൈവ വൈതലേ നിങ്ങളുടെ ഭവനത്തിനകത്ത് ഇന്ന് പകൽ ദൈവ സാന്നിധ്യം ഇറങ്ങുന്ന പകലാണ് എത്ര പേർക്ക് വിശ്വാസത്തോടെ ദൈവകരനെ സമർപ്പിക്കുവാൻ കഴിയും ഹല്ലേലൂയ ഹല്ലേലൂയ ഏത് സാഹചര്യത്തിലാണെങ്കിലും ഇന്ന് പകൽ ഹല്ലേലൂയ അതത് സ്ഥാനങ്ങൾ ഇറങ്ങി വരുന്ന ഒരു ദൈവ സാന്നിധ്യമുണ്ടെന്ന് എത്ര പേർക്ക് ഉറയ്ക്കുവാൻ കഴിയും എത്ര പേർക്ക് ഉറപ്പുണ്ട് അങ്ങനെയുള്ള ഒരു ദൈവത്തെ ഒന്ന് സ്തുതിച്ചാട്ട് അതേ ദൈവമക്കളെ നിങ്ങളുടെ അതരങ്ങൾ ചലിക്കട്ടെ ഹല്ലേലൂയ 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 ആമേൻ ഹല്ലേലൂയ ഹല്ലേലൂയ അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം ഭൂമിയിൽ ദൈവപ്രസാദമുള്ള മനുഷ്യർക്ക് സമാധാനം അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം ഭൂമിയിൽ ദൈവപ്രസാദമുള്ള മനുഷ്യർക്ക് സമാധാനം അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം ഭൂമിയിൽ ദൈവപ്രസാദമുള്ള മനുഷ്യർക്ക് സമാധാനം ഹല്ലേലൂയ അതേ ആ വചനം ഒന്ന് ചേർന്ന് പറഞ്ഞാട്ട് അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം ഭൂമിയിൽ ദൈവപ്രസാദമുള്ള മനുഷ്യർക്ക് സമാധാനം ഹല്ലേലൂയ അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം ഭൂമിയിൽ ദൈവപ്രസാദമുള്ള മനുഷ്യർക്ക് സമാധാനം അതേ ഹല്ലേലൂയ അത്യുന്നതന് മഹത്വം ഉയരുന്ന പകലായി മാറുന്നു എങ്കിൽ ഇന്ന് പകൽ ദൈവ സമാധാനം ഇറങ്ങി വരുന്ന പകലാണ് ഹല്ലേലൂയ അത്യുന്നതങ്ങളിൽ മഹത്വം അത്യുന്നതങ്ങളിൽ മഹത്വം ഭൂമിയിൽ ദൈവപ്രസാദമുള്ള മനുഷ്യർക്ക് സമാധാനം ഇന്നത്തെ പകൽ ദൈവപ്രസാദത്തിന്റെ പകൽ ഹല്ലേലൂയ ഇന്നത്തെ പകൽ ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന പകലെങ്കിൽ ഹല്ലേലൂയ ഇന്നത്തെ പകൽ ദൈവപ്രസാദമുള്ള പകൽ ഹല്ലേലൂയ അങ്ങനെയെങ്കിൽ ദൈവം പ്രസാദിക്കുന്നവരുടെ ഭവനത്തിനകത്ത് ദൈവ സമാധാനം ഇറങ്ങി വരുന്ന പകലെന്ന് ആമീൻ വിശ്വസിക്കുന്നവർ ദൈവത്തെ ഒന്ന് മഹത്വപ്പെടുത്തിക്കാട്ട് ഓ റിവബാരകലക ശബ്ദരാജ ഹല്ലേലൂയ അനേകായിരങ്ങൾക്ക് സ്വസ്ഥത നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ ഭവനത്തിനകത്ത് സമാധാനം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ ഹല്ലേലൂയ ആരാധന സ്വാതന്ത്ര്യം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ ഹല്ലേലൂയ അനേകം ആരാധനാലയത്തിനകത്ത് ഹല്ലേലൂയ സുവിശേഷ വിരോധികൾ കടന്നുപോകുന്നത് ഇടിച്ചു തകർത്തുകൊണ്ടിരിക്കുമ്പോൾ അനേകം ദൈവദാസന്മാരെ ഹല്ലേലൂയ സ്തോത്രം ആമീൻ ജയിലുകൾ അടക്കപ്പെടുമ്പോൾ ഇന്ന് പകൽ വിശ്വാസത്തോടെ ആമീൻ ആത്മനിറവോടെ പ്രാർത്ഥിക്കുന്ന ദൈവമൈതലേ ദൈവവചനം പറയുന്നു അത്യുന്നതങ്ങളിൽ മഹത്വം ഹല്ലേലൂയ ഭൂമിയിൽ ദൈവപ്രസാദമുള്ള മനുഷ്യർക്ക് സമാധാനം കാരാഗൃഹത്തിലാണെങ്കിലും പൗലോസും ശീലാസും സമാധാനത്തോടെ ദൈവത്തെ ആരാധിച്ചു. അതിന് നടുവിൽ ദൈവപ്രവർത്തി ഇറങ്ങിയെങ്കിൽ ഇന്നവകൾ വിശ്വസിക്കുന്ന മേൽ ദൈവപ്രവർത്തി ഇറങ്ങുന്ന പകലെന്ന് എത്ര പേർക്ക് ഉറയ്ക്കുവാൻ കഴിയും? അങ്ങനെയുള്ളവർ അത്തരങ്ങളെ ചലിപ്പിച്ചാട്ട
അതെ, ഈ പകൽ നീ ദൈവത്തെ ആരാധിച്ചുകൊണ്ടിരിക്കുമ്പോൾ നിന്റെ കുടുംബത്തിനകത്ത്, നിന്റെ കുഞ്ഞുങ്ങളുടെ മേൽ, ഹല്ലേലൂയ, ഹല്ലേലൂയ, നിന്റെ ഭവനം, ഹല്ലേലൂയ, നിന്റെ തലമുറയുടെ മേൽ ആമേൻ ദൈവ സമാധാനത്തിന്റെ വ്യാപാരം വ്യാപരിക്കുന്നു എന്ന് എത്ര പേർക്ക് വിശ്വസിക്കാൻ കഴിയും? ഇന്നലകൾ വരെ ശത്രു നിന്നെ നോക്കിയിട്ട് പറയൂ, ആമേൻ നിന്റെ ഭവനത്തിനകത്ത് സമാധാനമില്ല, ആമേൻ നിന്റെ കമ്പനിക്കകത്ത് സമാധാനമില്ല, നിന്റെ തലമുറയിൽ മേൽ സമാധാനമില്ല. എന്നാൽ ദൈവവചനം പറയുന്നു, ഇന്ന് പകൽ നീ മുട്ടുമടക്കിയിരിക്കുന്ന ദൈവത്തെ മഹത്വപ്പെടുത്താനാണോ? ഇന്ന് പകൽ നീ മുട്ടുമടക്കിയിരിക്കുന്നത് ദൈവത്തെ ആരാധിപ്പാനാണോ? അങ്ങനെയെങ്കിൽ അതേ ദൈവ സമാധാനം നിനക്ക് അവകാശമാണ്. അതെ, അതിൽ നിന്ന് എടുത്തു മാറ്റുവാൻ ഈ ലോകത്തുള്ള ഒരു ശക്തികൾക്കും കഴിയത്തില്ല. അതെ, ക്രിസ്തുവിന്റെ സ്നേഹം നിങ്ങളിൽ നിന്ന് അകറ്റി മാറ്റുവാൻ ഒരു ശക്തികൾക്കും കഴിയത്തില്ലെന്ന് എത്ര പേർക്ക് വിശ്വസിക്കാൻ കഴിയും? അങ്ങനെയുള്ളവരെ അത്രങ്ങൾ ചലിക്കട്ടെ. ഹല്ലേലൂയ, സ്തോത്രം. Praise the Lord. ഹല്ലേലൂയ. ആരാധിക്കുന്നവന്റെ ഭവനത്തിനകത്ത് ആമേൻ ദുഷ്ടപിശാച് ഇടുന്ന ഓരോ തീയമ്പുകളാണ്. ഹല്ലേലൂയ. നിന്റെ ഭവനത്തിലെ സ്വസ്ഥതക്കേട്, ആമേൻ നിന്റെ ഭവനത്തിലെ അസ്വസ്ഥത, നിന്റെ ഭവനത്തിലെ സ്വരച്ചേർച്ച, ആമേൻ ഇതെല്ലാം പിശാചിടുന്ന ഓരോരോ ചെറിയ ആമേൻ അവന്റെ തന്ത്രങ്ങളാണെന്ന് ഇന്ന് പകൽ തിരിച്ചറിഞ്ഞുകൊണ്ട് അതിനെ വെട്ടാൻ തയ്യാറായിക്കോ. ഹല്ലേലൂയ. കുടുംബത്തോട് ഒന്നിച്ച് കരം കോർത്ത് അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം എന്ന് പറയുവാൻ ഇന്ന് പകൽ എത്ര പേർക്ക് കഴിയും? ഹല്ലേലൂയ. ഹല്ലേലൂയ, സ്തോത്രം. ഹല്ലേലൂയ. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ ദൈവപ്രസാദമുള്ള മനുഷ്യർക്ക് സമാധാനം. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം. ഇന്ന് പകൽ ശക്തിയോടെ ആമേൻ ദൈവത്തെ ഒന്ന് സ്തുതിക്കാൻ, ഹല്ലേലൂയ, ദൈവത്തെ ഒന്ന് ആരാധിപ്പാൻ എത്ര പേർക്ക് കഴിയും? ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അതെ, അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ ദൈവപ്രസാദമുള്ള മനുഷ്യർക്ക് സമാധാനമെന്ന് ഇന്ന് പകൽ എത്ര പേർക്ക് പറയാൻ കഴിയും? അതേ, നിങ്ങളുടെ ഭവനത്തിനകത്ത് ഇരുന്നു കൊണ്ട് ആമേൻ സ്തോത്രം അത്രങ്ങളെ ചലിപ്പിച്ചോട്ട് ആ ഭവനത്തിനകത്ത് ദൈവ സമാധാനം ഇറങ്ങുന്ന പകലാണെന്ന് ഇന്ന് പകൽ എത്ര പേർക്ക് വിശ്വസിക്കാൻ കഴിയും? Praise the Lord. Hallelujah. ഓ ജീസസ്, ഹല്ലേലൂയ, ജീസസ്, ജീസസ്. ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം. അത്രങ്ങളെ ചലിക്കട്ടെ, പ്രാർത്ഥനയുടെ ശബ്ദം ഉയരട്ടെ. ഹല്ലേലൂയ. നിങ്ങളുടെ ഭവനത്തിന്റെ അന്തരീക്ഷം പ്രാർത്ഥനയുടെ അന്തരീക്ഷമായി മാറട്ടെ. ദൈവാത്മാവിനാൽ പിടിക്കപ്പെടുന്ന അനുഭവമായി മാറട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. രോഗബന്ധനങ്ങൾ അടിയുന്ന പകലായി മാറട്ടെ. ആരാധന വെളിപ്പെട്ട് വരട്ടെ. അതിനകത്ത് ഇരുന്നു കൊണ്ട് ശബ്ദം ഉയരട്ടെ ദൈവമക്കളെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രാർത്ഥനയുടെ അന്തരീക്ഷം അതിനകത്ത് വെളിപ്പെട്ട് വരട്ടെ. ഹല്ലേലൂയ. നിങ്ങളുടെ ഭവനം പ്രാർത്ഥനയുടെ അന്തരീക്ഷമായി വെളിപ്പെട്ട് വരട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഏത് സാഹചര്യമായിരുന്നെങ്കിലും ഇന്ന് പകൽ പ്രാർത്ഥനയുടെ അന്തരീക്ഷവും കൂടെ വെളിപ്പെട്ട് വരുമ്പോൾ ആമേൻ ദൈവവചനം പറയുന്നു, അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ ദൈവപ്രസാദമുള്ള മനുഷ്യർക്ക് സമാധാനം. നന്ദി. എത്ര പേർക്ക് പറയാൻ കഴിയും? എന്റെ ഭവനത്തിനകത്ത് ദൈവസാന്നിധ്യം ഇറങ്ങുന്നതിനായി നന്ദി. പരിശുദ്ധാത്മാവേ അങ്ങേക്ക് സ്വാഗതം, പരിശുദ്ധാത്മാവേ അങ്ങേക്ക് സ്വാഗതം. അവൻ അവിടെ ഇരിക്കുന്ന സ്ഥാനത്തിരുന്നു കൊണ്ട് പറഞ്ഞാട്ട് നിങ്ങളുടെ ഭവനത്തിനകത്ത് അവൻ പരിശുദ്ധാത്മാവിനോട് പറഞ്ഞാട്ട് സ്വാഗതം, സ്വാഗതം, സ്വാഗതം. അതെ, പരിശുദ്ധാത്മാവിനെ സ്വാഗതം ചെയ്ത് ആമീൻ ഭവനത്തിനകത്തേക്ക് കയറ്റുക. ആമീൻ. വെൽക്കം ടു ഹോളി സ്പിരിറ്റ്. ആമീൻ. വെൽക്കം ടു ഹോളി സ്പിരിറ്റ്. വെൽക്കം ടു ഹോളി സ്പിരിറ്റ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അസാധാരണമായ ദൈവപ്രവൃത്തിയുടെ ഹല്ലേലൂയ അന്തരീക്ഷം ഭവനത്തിനകത്ത് വെളിപ്പെട്ട് വരുക. അതെ, ഹല്ലേലൂയ. വെൽക്കം ടു ഹോളി സ്പിരിറ്റ്. ആമേൻ. പരിശുദ്ധാത്മാവേ അങ്ങേക്ക് സ്വാഗതം, പരിശുദ്ധാത്മാവേ അങ്ങേക്ക് സ്വാഗതം, പരിശുദ്ധാത്മാവേ അങ്ങേക്ക് സ്വാഗതം, പരിശുദ്ധാത്മാവേ അങ്ങേക്ക് സ്വാഗതം. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവേ അങ്ങേക്ക് സ്വാഗതം. ഓ ജീസസ്, ജീസസ്, ജീസസ്. മഹത്വം, മഹത്വം, മഹത്വം. ഹല്ലേലൂയ. ജീസസ്, ജീസസ്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ദൈവമക്കളുടെ ആരാധനയെ തടയപ്പെടുന്ന, ദൈവമക്കളുടെ ആമേൻ ഭവനത്തിനകത്ത് സ്വരച്ചേർച്ചയെ തടയപ്പെടുന്ന, ഹല്ലേലൂയ, പരസ്പരം ആമേൻ യോജിപ്പിനെ തടയുന്ന, ആരാധനയെ തടയുന്ന, ഏകാഗ്രതയ്ക്ക് വിരോധമായി പോരാടുന്ന, അന്തരീക്ഷ മണ്ഡലത്തിൽ വ്യാപരിക്കുന്ന ദേശാധിപതി ശക്തികളെ യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഇന്ന് പകൽ ഞങ്ങൾ ഒന്നിച്ച് അതിനെ ശാസിക്കുകയാണ്. അതേ, ഞങ്ങൾ വിശ്വാസ കണ്ണാൽ കാണുന്നു. സ്വർഗ ദൂതന്മാർ ഇറങ്ങി അതിനെ അറസ്റ്റ് ചെയ്ത് മാറ്റുന്ന ഒരു പകലാകുന്നു.
ശബ്ദനാരികൾ കടകരകലകസി കുടാരബലവ ശബ്ദനാദിവൽ പൗഡരായ ഹല്ലേലൂയ. സഹോദരന്മാർ തമ്മിൽ ആമീൻ, മാതാപിതാക്കൾ അവരുടെ കുഞ്ഞുങ്ങൾ തമ്മിൽ ആമീൻ സ്തോത്രം സ്തോത്രം പരസ്പര യോജിപ്പില്ലാതെ വ്യാപരിക്കുന്ന ദുഷ്ടവ്യാപാരത്തെ ഇന്നുവകൾ ശാസിക്കുകയാ. ഹല്ലേലൂയ. ആമീൻ, ദൈവമക്കളുടെ കുടുംബത്തിനകത്ത് ഹല്ലേലൂയ സഹോദരങ്ങൾ തമ്മിൽ മാതാപിതാക്കൾ കുഞ്ഞുങ്ങൾ ഹല്ലേലൂയ ആമീൻ മകൻ അപ്പനോട് അപ്പൻ മകനോട് ആമീൻ സ്തോത്രം സഹോദരങ്ങളോട് ആമീൻ തമ്മിൽ വരുന്ന ആമീൻ സ്തോത്രം പോരുകൾ ഇന്നുവകൾ യേശുവിന്റെ നാമത്തെ അഴിയുന്ന പകലായി മാറട്ടെ. എത്ര പേർക്ക് വിശ്വാസത്തോടെ ശബ്ദമുയർത്തുവാൻ കഴിയും? അതെ, ഹല്ലേലൂയ. ആമീൻ സ്തോത്രം. ഹല്ലേലൂയ. ദാനിയേൽ പ്രാർത്ഥിച്ചു. ഹല്ലേലൂയ. അന്തരീക്ഷ മണ്ഡലത്തിൽ തടയപ്പെടുന്ന പാർസി സൈന്യത്തെ വെട്ടിമാറ്റുവാൻ സ്വർഗം ദൂതന്മാരെ അയച്ചെങ്കിൽ ഇന്നുവകൾ പ്രാർത്ഥന ശബ്ദം ഉയരുമ്പോൾ ആമീൻ സ്വർഗം തുറക്കുന്ന പകലായി മാറട്ടെ. എത്ര പേർക്ക് പ്രാർത്ഥിക്കുവാൻ കഴിയും? എത്ര പേർക്ക് ശബ്ദമൊന്ന് ഉയർത്തുവാൻ കഴിയും? Praise the Lord, 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 praise the Lord. റിഗബാരകലക ശബ്ദനാരികൾ കടകരകരക. ഹല്ലേലൂയ. പ്രാർത്ഥനയുടെ ശബ്ദം ഉയരട്ടെ മക്കളെ. പ്രാർത്ഥിക്കുവാനായി നമ്മൾ കർത്താവ് നിർത്തിയെങ്കിൽ ഇന്ന് പകൽ പിന്നെയും ഹല്ലേലൂയ ദൈവിക സാന്നിധ്യത്താൽ ഹല്ലേലൂയ വിവിധ വിഷയങ്ങളോർത്ത് പ്രാർത്ഥിപ്പാൻ കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. നമ്മുടെ വിശ്വാസത്തെ വർദ്ധിപ്പിക്കുവാൻ ഹല്ലേലൂയ, ദൈവത്തോട് അടുത്ത് ചെല്ലുവാൻ ഹല്ലേലൂയ, വരുന്ന ദിവസങ്ങൾ ഹല്ലേലൂയ അനേക വിഷയങ്ങളോർത്ത് പ്രാർത്ഥിപ്പാൻ കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. ഹല്ലേലൂയ. കർത്താവേ, ഞങ്ങളുടെ പാദപ്പെട്ട് ഞങ്ങൾ കടന്നു വരുന്നു. ഹല്ലേലൂയ. കഴിഞ്ഞ ദിനങ്ങൾ കർത്താവ് നമ്മളെ വിടുവിച്ചല്ലോ, നമ്മളെ പരിപാലിച്ചല്ലോ കർത്താവേ. ഹല്ലേലൂയ. ഇന്ന് പകൽ വിവിധ വിഷയങ്ങളോർത്ത് പ്രാർത്ഥിക്കുമ്പോൾ കർത്താവേ തടസ്സങ്ങളെ കർത്താവ് ക്ഷണിക്കണമേ. അക്കുറകളൊക്കെ ഞങ്ങൾ ഓർക്കാതെ ഹല്ലേലൂയ അവലപ്പെട്ട രക്തത്താൽ നമ്മളൊന്ന് കഴുകി കർത്താവെ അങ്ങനെ പാദപ്പെട്ട് പിന്നെയും കടന്നു വരുന്നു. ഹല്ലേലൂയ. ചില നിമിഷങ്ങളിൽ പ്രാർത്ഥിക്കുമ്പോൾ ഹല്ലേലൂയ ദൈവിക കൃപയെ നിങ്ങളെ പൊതിയണമേ കർത്താവേ. നിങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ കർത്താവേ. അതിന് തക്ക സമയത്ത് ഉത്തരമരണമേ. ഹല്ലേലൂയ. കഴിഞ്ഞ ദിനങ്ങൾ അനേക വിഷയങ്ങളൊത്ത് പ്രാർത്ഥിച്ചു കർത്താവ് മനസ്സലിഞ്ഞ അതിന് മേലല്ല ദൈവം പ്രവർത്തിച്ചെങ്കിൽ ഇന്ന് പകൽ പിന്നെയും ദിവസനിധിയിൽ ഹല്ലേലൂയ കർത്താവിനോട് അടുക്കുവാൻ ഹല്ലേലൂയ ഒരു പുതിയ അഭിഷേകം പകരുവാൻ ആ പുതിയ ശക്തിയാൽ ഹല്ലേലൂയ ദൈവം ആഗ്രഹിക്കുന്ന അളവിലെത്തിച്ചു വഴിയിൽ മുന്നേറുവാൻ ഇന്ന് പകൽ നമ്മളെ സഹായിക്കട്ടെ. അതിനായ വിഷയങ്ങളോട്ട് പ്രാർത്ഥിക്കാം. കർത്താവേ, നിങ്ങളെ തന്നെ താഴ്ത്തിയേൽപ്പിക്കുന്നു. പ്രാർത്ഥനയ്ക്കായി സ്തോത്രം. യേശു നാം തന്നെ ആമേൻ. പ്രാർത്ഥിക്കാം. നമ്മുടെ മാതാപിതാക്കൾ അനേകരെ രക്ഷയുടെ അനുഭവത്തിൽ കടന്നു വന്നിട്ടില്ല, അവരൊക്കെ ഓർത്ത് പ്രാർത്ഥിക്കാം. നമ്മുടെ ഭവനങ്ങളിൽ സമാധാനം കർത്താവ് നൽകി തരണം. നമ്മുടെ സൗരങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കാം. നമ്മുടെ കുഞ്ഞുങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കാം. ഹോസ്റ്റലിലായിരിക്കുന്ന കുഞ്ഞുങ്ങളുണ്ട്, അവരൊക്കെ ഓർത്ത് പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് ഹല്ലേലൂയ നമ്മുടെ ഈ സമയത്ത് ഹല്ലേലൂയ നമ്മുടെ മാതാപിതാക്കൾ അനേകർ പ്രത്യേകിച്ച് ഹല്ലേലൂയ നമ്മളെല്ലാം ആഗ്രഹിച്ചുകൊണ്ടിരിക്കും. നമ്മൾ അനുഭവിച്ചതായ ഹല്ലേലൂയ ആ സന്തോഷം ഹല്ലേലൂയ കർത്താവിനെ അറിയുവാൻ നമ്മുടെ ഭവനങ്ങൾ ഹല്ലേലൂയ ഞാനും എൻ്റെ കുടുംബവും ഹല്ലേലൂയ ഒരുമിച്ച് യഹോവയെ സേവിക്കുന്നു പറയുവാൻ ജോഷുവോട് നമ്മൾ പറയുവാൻ ഹല്ലേലൂയ നമ്മളെല്ലാം ഭാരപ്പെടുന്ന വിഷയങ്ങളാണ്. നമ്മുടെ കുടുംബങ്ങൾ അനേകർ ഹല്ലേലൂയ കർത്താവിനെ അറിയുവാൻ സാധിച്ചിട്ടില്ല. ഹല്ലേലൂയ. എന്നാൽ അവരൊക്കെ ഈ കർത്താവിനെ അറിയണം, വാസ്തവമായി അറിയണം. ഹല്ലേലൂയ. ആ സന്തോഷം അവരിൽ ഹല്ലേലൂയ പകരുവാൻ ഇന്ന് പകൽ ആ വിഷയങ്ങൾ ഏറ്റെടുത്ത് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. അതുപോലെ തന്നെ നമ്മുടെ കുഞ്ഞുങ്ങളോട്ട് പ്രാർത്ഥിക്കാം. ഹോസ്റ്റലിലായിരിക്കുന്ന കുഞ്ഞുങ്ങൾ ഈ സമയത്ത് ഹല്ലേലൂയ അനേക ഓരോ കോളേജിലും ഹോസ്റ്റലിൽ പഠിക്കുന്ന കുഞ്ഞുങ്ങളെ ഹല്ലേലൂയ ഈ ലോകപരമായിട്ടുള്ള ചിന്തയിലൊന്നും കടന്നുപോകാനിടയാകും. അവിടെ പഠിച്ച സൺഡേ സ്കൂളിൽ പഠിച്ച വചനം ഹല്ലേലൂയ അതെല്ലാം നമ്മുടെ ജീവിതത്തിൽ ക്രിയേറ്റ് ചെയ്യുവാൻ വേണ്ടി ഹല്ലേലൂയ പ്രത്യേകിച്ച് നമ്മൾ ഏറ്റെടുത്ത് പ്രാർത്ഥിക്കേണ്ടത് നമ്മുടെ മാതാപിതാക്കളെയും നമ്മുടെ കുഞ്ഞുങ്ങൾ ഹോസ്റ്റലിലായിരിക്കുന്ന കുഞ്ഞുങ്ങളെയും ഹല്ലേലൂയ ഹല്ലേലൂയ ഈ സമയത്തൊട്ട് പ്രാർത്ഥിക്കാം. അതുപോലെ തന്നെ മിഡിൽ ഈസ്റ്റിനൊട്ട് പ്രാർത്ഥിക്കാം. കർത്താവിന്റെ സമാധാനം നൽകുവാൻ വേണ്ടി പ്രാർത്ഥിക്കാം. ലോകരാഷ്ട്രങ്ങളിലോട്ട് പ്രാർത്ഥിക്കാം. ഈ ഹല്ലേലൂയ വിഷയങ്ങൾ ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ ചർച്ച ചെയ്യുന്ന നമ്മുടെ സഹോദരിമാരിൽ ആരെങ്കിലും സഹോദരിമാർ ഈ വിഷയങ്ങൾ ഏറ്റെടുത്ത് പ്രാർത്ഥിക്കും. സ്തുതിക്കുന്ന കർത്താവേ, കർത്താവേ ഞങ്ങളുടെ ജീവിതത്തിലെ കർത്താവെ ഒരാഴ്ച കൂടെ ഞങ്ങൾക്ക് ദാനമായി തന്ന കൃപക്കായി സ്തുതിക്കുന്ന കർത്താവെ. പോയി തന്റെ കുഞ്ഞുങ്ങളെ മറയ്ക്കുന്ന പോലെ കർത്താവെ അടിയങ്ങൾ ഓരോരുത്തരുമായ സ്ഥാനങ്ങളിൽ സ്വർഗത്തിലെ കരത്തിൽ സൂക്ഷിച്ചതിനായി സ്തുതിക്കുന്ന കർത്താവെ. രോഗങ്ങള് ഭാരങ്ങളേറിയപ്പോൾ കർത്താവെ അങ്ങയുടെ കരത്തിൽ നിന്റെ മക്കളെ എല്ലാം മറച്ച നല്ല സ്നേഹത്തിനായി നന്ദി പറയുന്നു കർത്താവെ. ഹല്ലേലൂയ കർത്താവെ. എന്ന് പറഞ്ഞ എല്ലാ വിഷയങ്ങളെയും അപ്പ അങ്ങയുടെ സന്നിധിയിൽ ഏൽപ്പിക്കുന്നു കർത്താവെ. അപ്പ ഞങ്ങളെ കൊണ്ടൊന്നും കഴിവില്ല കർത്താവെ, എന്നാൽ കർത്താവെ അങ്ങേക്ക് അസാധ്യമായതൊന്നുമില്ലെന്ന് ഞങ്ങൾ പൂർണ്ണമായി വിശ്വസിക്കുന്ന കർത്താവെ. പരിശുദ്ധാത്മാവിന്റെ ഒരു ശക്തി കർത്താവെ ഞങ്ങളുടെ സഭയിൽ മേലും ഞങ്ങളുടെ കുഞ്ഞുങ്ങളുടെ മേലും വെളിപ്പെടണേന്ന് പ്രാർത്ഥിക്കുന്നപ്പ. ദൈവമേ അവരുടെ മാതാപിതാക്കളെ എല്ലാം അങ്ങയുടെ സന്നിധിയിൽ ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഞങ്ങൾ അറിഞ്ഞ സത്യത്തെ കർത്താവെ, ഞങ്ങൾ അറിഞ്ഞ വചനത്തെ കർത്താവെ. ഹല്ലേലൂയ കർത്താവെ. എല്ലാം മാറിപ്പോയാലും വചനം നിലനിൽക്കുന്നതാണല്ലോ കർത്താവെ. ഹല്ലേലൂയ. അത് ഞങ്ങളുടെ കുഞ്ഞുങ്ങളിലേക്ക് പകരത്തക്കവണ്ണം കർത്താവെ ഓരോ മാതാപിതാക്കളെയും ദൈവം ബലപ്പെടുത്തണേന്ന് പ്രാർത്ഥിക്കുന്നു അപ്പ. ഹല്ലേലൂയ കർത്താവെ. ഞങ്ങളുടെ കുടുംബങ്ങള് കർത്താവെ, ഞങ്ങളുടെ സഭകള് കർത്താവെ ഹല്ലേലൂയ അങ്ങയുടെ അഭിഷേകത്തിന്റെ ശക്തി നിറയുന്ന ഒരു സഭയാക്കി ദൈവം മാറ്റണേന്ന് പ്രാർത്ഥിക്കുന്നു
പ്രാർത്ഥിക്കുന്നപ്പ. അപ്പ ഹല്ലേലൂയ സ്തുതിക്കുന്ന കർത്താവെ, ചോദിക്കുന്നതിലും നിലയ്ക്കുന്നതിലും അത്യന്തപരമായി നടത്തുന്ന സ്വർഗത്തിലെ കരുത്തിനായി സ്തുതിക്കുന്നപ്പ. ഹല്ലേലൂയ ഞങ്ങൾ യാചിക്കുന്നത് ഞങ്ങൾക്ക് നൽകാമെന്ന വാഗ്ദത്തം ചെയ്ത ദൈവമേ അപ്പ. ഇന്ന് കർത്താവെ ഹല്ലേലൂയ ഞങ്ങളുടെ എല്ലാ കുടുംബങ്ങളെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നപ്പ. ഹല്ലേലൂയ കർത്താവെ ഹല്ലേലൂയ അങ്ങയുടെ നാമത്തിൽ മുദ്രയിട്ട് അവരെ ഓരോരുത്തരെയും സൂക്ഷിക്കണേന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഓരോ കുടുംബങ്ങളെ ഏൽപ്പിക്കുന്നപ്പ. ഹല്ലേലൂയ ഞങ്ങൾ ആരും രോഗികളാകുവാൻ ദൈവം അനുവദിക്കലേന്ന് പ്രാർത്ഥിക്കുന്നപ്പ. ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഒരഭിഷേകമുള്ള തലമുറകളാക്കി കർത്താവെ ഇന്നേൽപ്പിക്കണേന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഹല്ലേലൂയ കർത്താവെ, പൗലോസിനെ പോലെ തിമോഥെയോസിനെ പോലെ കർത്താവെ അഭിഷേകമുള്ളവരായി കർത്താവെ അനേകർക്ക് കർത്താവെ പ്രയോജനമുള്ള തലമുറകളാക്കി ദൈവം മാറ്റണേന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഹല്ലേലൂയ അങ്ങയുടെ അഭിഷേകത്തിന്റെ ശക്തി ഓരോരുത്തരുടെ മേലും പകരണേന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഹല്ലേലൂയ കർത്താവെ, മാതാപിതാക്കളായ ഞങ്ങളുടെ മേൽ അഭിഷേകത്തെ പകരണേ അപ്പ. ഞങ്ങളുടെ കുഞ്ഞുങ്ങളുടെ മേൽ അഭിഷേകത്തെ പകരണമേന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഹല്ലേലൂയ ഓരോ ദിവസവും എന്റെ ദൈവത്തെ സ്തുതിക്കുന്നത് നല്ലതെന്ന് ഞങ്ങളുടെ തലമുറകൾ പറയത്തക്കവണ്ണം ദൈവത്തിന്റെ വലിയൊരു ശക്തി ദൈവമേ നിന്റെ മക്കളുടെ മേൽ പകരണേന്ന് പ്രാർത്ഥിക്കുന്നപ്പ. കർത്താവെ സ്തുതിക്കുന്ന കർത്താവെ. ഹല്ലേലൂയ അഭിഷേകത്തിൽ നിറയാത്ത കുഞ്ഞുങ്ങൾ ഇന്നാളുകൾ അഭിഷേകത്തിൽ നിറയുവാൻ കർത്താവെ, അന്യഭാഷകളെ ദൈവത്തെ ആരാധിക്കുവാൻ കർത്താവെ. ഞങ്ങൾ സംസാരിക്കുന്നത് മനുഷ്യരോടല്ല ദൈവത്തോടെന്ന് പറയത്തക്കവണ്ണം അവരുടെ മേൽ അന്യഭാഷയെ കർത്താവ് നിറയ്ക്കണേന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. അഭിഷേകത്തിന്റെ ശക്തി കർത്താവെ ഓരോ കുടുംബത്തിന്മേൽ വ്യാപരിക്കണേന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഹല്ലേലൂയ ഹോസ്റ്റലായിരിക്കുന്ന എല്ലാ കുഞ്ഞുങ്ങളെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഏകരായിരിക്കുമ്പോൾ കർത്താവെ പിശാച് അവരുടെ ഹൃദയങ്ങളെ തൊടാതെ വണ്ണം ദൈവത്തിന്റെ വലിയ പ്രൊട്ടക്ഷൻ അവരുടെ മേൽ പകരണേന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഹല്ലേലൂയ രാജ്യങ്ങളിലെ ദേശങ്ങളിലെ കർത്താവെ കുഞ്ഞുങ്ങൾ അനർത്ഥങ്ങൾ ചെയ്യുമ്പോൾ കർത്താവെ ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ കർത്താവെ ദൈവത്തിൽ മാത്രം ആശ്രയിക്കുന്ന കുഞ്ഞുങ്ങളാക്കി ദൈവം അവരെ നിലനിർത്തണേന്ന് പ്രാർത്ഥിക്കുന്നപ്പ. ഹല്ലേലൂയ സ്തുതിക്കുന്ന കർത്താവെ. ഓരോരുത്തരെയും കുടുംബമായി സഭയെ അനുഗ്രഹിക്കണേ കർത്താവെ. രാജ്യങ്ങളെ തൊടണേ കർത്താവെ, ദേശങ്ങളെ തൊടണേ കർത്താവെ, UAE തൊടണേ കർത്താവെ. ഹല്ലേലൂയ എന്റെ ദൈവത്തിന്റെ നാമം മാത്രം മഹിമപ്പെടത്തക്കവണ്ണം കർത്താവെ ഈ നാളുകളിൽ ദൈവ പ്രവർത്തി കർത്താവെ ദേശങ്ങളുടെ മേൽ രാജ്യങ്ങളുടെ മേൽ അയക്കണേന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഹല്ലേലൂയ അങ്ങയുടെ അഭിഷക്തന്മാരെ ഹല്ലേലൂയ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവെ. അഭിഷേകത്തിന്റെ കർത്താവെ എണ്ണയുടെ കൊമ്പുമായിട്ട് കർത്താവെ അനേകരെ അഭിഷേകം ചെയ്യത്തക്കവണ്ണം കർത്താവെ നിന്റെ ദാസന്മാരെ ബലപ്പെടുത്തണേന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഹല്ലേലൂയ ദൈവമേ പെന്തക്കോസ്തുനാൾ വന്നപ്പോൾ കൂടിയിരുന്നവരുടെ മേൽ അഭിഷേകം പകർന്ന പോലെ കർത്താവെ ഹല്ലേലൂയ ഇന്ന് ഞങ്ങൾ ഒരുമിച്ച് കൂടിയിരിക്കുമ്പോൾ കർത്താവെ ദൈവത്തിന്റെ ഒരു വലിയ അഭിഷേകത്തിന്റെ ശക്തി കർത്താവെ ഓരോ കുടുംബത്തിന്മേലും വെളിപ്പെടണേന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഹല്ലേലൂയ രോഗികളായ ഞങ്ങളുടെ കുഞ്ഞുങ്ങളുടെ മേൽ സൗഖ്യം വ്യാപരിക്കണേന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ദൈവത്തിന്റെ കൃപ കർത്താവെ, ദൈവത്തിന്റെ ജ്ഞാനം ഓരോരുത്തരുടെ മേലും പകരണേന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. അങ്ങയുടെ വാൽപ്രദേശത്ത് അധ്വാനിക്കുന്ന കർത്താവെ എല്ലാ കർത്തൃദാസന്മാർക്കായി പ്രാർത്ഥിക്കുന്ന അപ്പ. സ്വർഗത്തിലെ കരം അവരെ തൊടുമാറാകണേ കർത്താവെ. ദൈവത്തിന്റെ ദൂതന്മാരുടെ വലിയ കാവൽ അവരുടെ മേൽ ഉണ്ടാകണേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഒരു ശത്രുവും കർത്താവെ ഒരു സുവിശേഷ വിരോധിയും അവരെ തൊടാതെ വേണം എന്റെ ദൈവത്തിന്റെ കരം അവരെ മറയ്ക്കണേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഹല്ലേലൂയ എന്നെ മാനിക്കുന്നവനെ ഞാൻ മാനിക്കുന്ന വാഗ്ദത്തം ചെയ്ത കർത്താവെ. അങ്ങയുടെ മഹത്വം നാളുകളിൽ ദേശങ്ങളുടെ മേൽ രാജ്യങ്ങളുടെ മേൽ വെളിപ്പെടണേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. അങ്ങേ നിന്ദിക്കുന്നവരൊക്കെയും കർത്താവിനെ കാണുവാൻ ഇടവരുത്തണേ അപ്പ. ഞങ്ങളുടെ മാതാപിതാക്കൾക്കായി പ്രാർത്ഥിക്കുന്നു കർത്താവെ. ദൈവം അവരൊക്കെ രക്ഷയുടെ അനുഭവത്തിൽ കടന്നു വരത്തക്കവണ്ണം സ്വർഗത്തിലെ കരം കർത്താവെ ഈ നാളുകളിൽ ഓരോ ഭവനത്തിന്മേൽ ഇറങ്ങണേന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഹല്ലേലൂയ എന്റെ പൈതങ്ങൾ സേവിച്ച ദൈവത്തെ ഞങ്ങളും ആരാധിക്കുമെന്ന് പറയത്തക്കവണ്ണം ഈ നാളുകളിൽ ഒരു ദൈവ പ്രവർത്തി ആ ഭവനത്തിന്മേൽ ഇറങ്ങണേന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. വാർദ്ധക്യത്തിലായിരിക്കുന്ന എല്ലാ മാതാപിതാക്കളെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നപ്പ. ദൈവത്തിന്റെ വലിയ കരവും കാവലും കൂടിയിരിക്കണേ. അവരുടെ രോഗബന്ധങ്ങളെ കർത്താവ് അയക്കണേന്ന് പ്രാർത്ഥിക്കുന്നപ്പ. ഇന്നത്തെ ആരാധന അനുഗ്രഹമാക്കണേ അപ്പ. സാക്ഷ്യങ്ങളെ കർത്താവെ, സങ്കീർത്തനങ്ങളെ കർത്താവെ എല്ലാം ഞങ്ങളുടെ ജീവിതത്തിൽ വിടുതലാക്കണേ അപ്പ. അനുഗ്രഹിക്കണേ എന്ന് പ്രാർത്ഥിക്കുന്നപ്പ. ഹല്ലേലൂയ അങ്ങയുടെ വലിയ സാന്നിധ്യം ഞങ്ങളോട് കൂടി ഇരിക്കണേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. പ്രാർത്ഥന കേട്ടതിനായി സ്തുതിക്കുന്ന യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ തന്നെ ആമേൻ. സ്തോത്രം ചെയ്യുന്നു. ഇന്ന് പകൽക്കാലം കടന്നു വന്ന തലമുണക്കിയിരിക്കുന്ന എല്ലാ കുടുംബങ്ങളെയും കുഞ്ഞുങ്ങളെയും കർത്താവെ അവിടുത്തെ നാമത്തിനായി നന്ദിയോടെ സ്തുതിക്കുന്ന കർത്താവെ. അനുഗ്രഹിക്കപ്പെട്ട കർത്താവെ സാക്ഷ്യങ്ങളുടെ പ്രബോധനങ്ങൾ കേൾക്കുവാനും പകൽക്കാലം സഹായിക്കണമേ. ഞങ്ങളെ നടത്തുന്ന കർത്താവെ, ഞങ്ങളുടെ ശുശ്രൂഷന്മാർക്ക് വേണ്ടി വിശേഷം പ്രാർത്ഥിക്കുന്നു കർത്താവെ. ജോർജ് മധ്യപാശ്യ കുടുംബത്തെ ഒന്ന് പ്രാർത്ഥിക്കുന്നു ദൈവമേ. ദൈവസഭകൾ കർത്താവെ ഒരു വലിയ താങ്ങും തണലുമായി കർത്താവെ അവിടുന്ന് കണ്ടിരിക്കാൻ നന്ദിയോടെ സ്തുതിക്കുന്ന ഈ നാളുകളിൽ ദൈവദാസന്റെ കുടുംബത്തിന്റെ പ്രവർത്തനങ്ങളെയൊക്കെ മാനിക്കുകയും
ദൈവമേ ആത്മീയമായ അനേക കർത്താവെ വളർച്ചകൾ ദൈവസഭയിലും വ്യക്തികളിൽ ഉണ്ടാകുവാൻ ഇടയാക്കുകയും ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ നീ ബലപ്പെടുത്തുമാറാണെന്ന് പ്രാർത്ഥിക്കുന്നു. യഹോവ ഇരട്ടി പ്രതിഫലം കൊടുത്ത് കർത്താവെ അനുഗ്രഹിക്കണമേ. കർത്താവെ ഭാഷ കുടുംബത്തെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവിന്റെ സഭയിലായിരിക്കുന്ന എല്ലാ കുടുംബങ്ങളെയും ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അവരൊക്കെ ഓർത്ത് അനുഗ്രഹിക്കണം. കാസർഗോഡിലും ഷാർജയിലും അജ്മാനിലൊക്കെ ആയിരിക്കുന്ന എല്ലാ സഭകളെയും കർത്താവെ സൗരന്മാരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഒരു വലിയ അനുഗ്രഹമായി തീരുവാൻ ദൈവം സഹായിക്കണം. ദൈവം വിദേശത്തിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈ ദേശത്ത് കർത്താവ് ഇത്രത്തോളം സ്വാതന്ത്ര്യം തന്നവിടുത്തെ പന്നാദികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ദൈവദേശത്തുള്ള ജനം കർത്താവെ സത്യം അറിയുവാനും ദൈവം വെളിച്ചത്തിലേക്ക് കടന്നു വരുവാനും ഒക്കെ ഇടയാക്കുമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ ദേശത്തെ സുരക്ഷയും അനേകരെ ദൈവത്തിലേക്ക് ആകർഷിക്കപ്പെടുവാൻ ദൈവം ഇടയാക്കണമേ. കർത്താവെ കൃപയാൽ ദൈവം വലിയ അത്ഭുതങ്ങൾ അടയാളങ്ങൾ കർത്താവ് ഈ നാളുകളിൽ ദൈവം കാണുവാൻ ഇടയാക്കിയാൽ നിന്നെ സ്തുതിക്കുന്നു. കർത്താവെ മഹാമാരിയുടെ കാലഘട്ടത്തിൽ കർത്താവെ അവിടുന്ന് ഞങ്ങളെ സൂക്ഷിച്ചു. പലപ്പോഴും ജീവൻ തന്നെ കർത്താവെ ഉണ്ടാകുമോ എന്ന് ഭാവിയിൽ ആശ്രയിച്ചു കൊണ്ടുവരുവാൻ ഞങ്ങളെ സഹായിക്കണം. ഞങ്ങൾ കുഞ്ഞുങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. വിശേഷ സൺഡേ സ്കൂളിനെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. സൺഡേ സ്കൂൾ നടത്തുന്ന കർത്താവെ അധ്യാപകരെ എല്ലാം അവിടുത്തെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. കുഞ്ഞുങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അവർ ദൈവസഭയ്ക്കും മനുഷ്യർക്കും കർത്താവെ ഒരു മാതൃകയായി വളർന്നു വരുവാൻ ആത്മീയത്തിൽ കർത്താവെ തികഞ്ഞവരായി കർത്താവെ മാറുവാൻ സഹായിക്കണം. അവരെ കൂടെ പഠിക്കുന്ന കുട്ടികളെയൊക്കെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ദൈവത്തെ അവർ മുഖാന്തരം ഈ യേശുവിന്റെ സ്നേഹത്തെ കുറിച്ച് മറ്റുള്ളവരെ അറിയുവാനും കർത്താവിനെ അറിയുവാനും ഒക്കെ ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ ദുഷ്ടൻ കാണാതെ വണ്ണം പ്രിയപ്പെട്ടവരെന്ന് മറയ്ക്കണമേ. കർത്താവെ ഹല്ലേലൂയ. ലോകത്തിൽ നിന്ന് ബുദ്ധിമുട്ടുകളെല്ലാം വിടുവിച്ച് സന്തോഷത്തോടെ സ്കൂളിലെല്ലാം കർത്താവ് കടന്നു പോകാൻ ദൈവത്തെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അതിലുപരി ആത്മീയമായ കൂട്ടായ്മകൾ കർത്താവ് തന്നതിനായി സ്തോത്രം. ഇന്നത്തെ സഭായോഗം അവിടെ അനുഗ്രഹിക്കുന്നതിനാൽ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളുടെ പ്രാർത്ഥന യാചനയും കടത്തിനായി സ്തോത്രം. യേശു ക്രിസ്തുവിന്റെ വലിയ നാമത്തിൽ താഴ്മയോടെ ചോദിക്കുന്നു. കൃപകൾക്കും സ്വർഗ്ഗപിതാവേ. നമ്മുടെ സമയത്തെ നമുക്ക് വേർതിരിക്കാം. ഈ സമയം നമുക്ക് എല്ലാവർക്കും ചേർന്ന് 7-ാമത്തെ സങ്കീർത്തനം വാക്യപ്രതിവാക്യമായി വായിക്കാം. ഈ സമയം ചാറ്റ് റൂമിലുള്ളവർ 7-ാമത്തെ സങ്കീർത്തനം എല്ലാവരും സങ്കീർത്തനം എടുത്തിട്ട് ഇവിടെ ഹോളിനകത്തുള്ളവർ എഴുന്നേറ്റ് നിൽക്കാം. ഏഴാമത്തെ സങ്കീർത്തനം വാക്യപ്രതിവാക്യമായി നമുക്ക് ഈ സങ്കീർത്തനത്തെ പാടാം. അവസാനത്തെ സങ്കീർത്തനം അവസാനത്തെ വാക്യം 16-17 വാക്യം നമുക്ക് ചേർന്ന് പാടാം. 7-ാമത്തെ സങ്കീർത്തനം എടുത്തു എന്ന് വിശ്വസിക്കുന്നു. എൻ്റെ ദൈവമായ യഹോവേ, ഞാൻ നിന്നെ ശരണം പ്രാപിക്കുന്നു. എന്നെ വേട്ടയാടുന്ന എല്ലാവരുടെയും കയ്യിൽ നിന്ന് എന്നെ രക്ഷിച്ചു വിടുവിക്കണമേ. അവർ സിംഹം എന്ന പോലെ എന്നെ കീറിക്കളയുന്നത് വിടുവിപ്പാൻ ആരും ഇല്ലാതിരിക്കുമ്പോൾ എന്നെ ചിന്തിക്കളയരുത്. എന്റെ ദൈവമായ യഹോവേ, ഞാൻ ഇത് ചെയ്തിട്ടുണ്ടെങ്കിൽ, എന്റെ പക്കൽ നീതികേടുണ്ടെങ്കിൽ, എനിക്ക് ബന്ധുവായിരുന്നവരോട് ഞാൻ ദോഷം ചെയ്തിട്ടുണ്ടെങ്കിൽ ശത്രു എന്റെ പ്രാണനെ പിന്തുടർന്ന് പിടിക്കട്ടെ. അവൻ എന്റെ ജീവനെ നിലത്തൊട്ട് ചവിട്ടട്ടെ. എന്റെ മാനത്തെ പൂഴിയിൽ തള്ളിയിടട്ടെ. യഹോവേ, കോപത്തോടെ കൽപ്പിച്ചിട്ടുണ്ടല്ലോ. ജാതികളുടെ സംഘം നിന്നെ ചുറ്റി നിൽക്കട്ടെ. നീ അവർക്കും ഇതേ കൂടി ഉയരത്തിലേക്ക് മടങ്ങണമേ. ദുഷ്ടന്റെ ദുഷ്ടത തീർന്നു പോകട്ടെ. നീതിമാനെ നീ ഉറപ്പിക്കണമേ. നീതിമാനായ ദൈവം ഹൃദയങ്ങളെയും ആന്തരേന്ദ്രിയങ്ങളെയും ശോധന ചെയ്യുന്നുവല്ലോ. നിന്റെ പരിചയ ദൈവത്തിന്റെ പക്കലുണ്ട്. അവർ ഹൃദയപരമാർത്ഥങ്ങളെ രക്ഷിക്കുന്നു. ദൈവം നീതിയുള്ള ന്യായവതിയാകുന്നു. ദൈവം ദിവസം പ്രതി കോപിക്കുന്നു. മനം തിരിയുന്നില്ലെങ്കിൽ അവൻ തന്റെ വാളിനെ മുറിച്ചു കൂട്ടും. അവൻ മരണാസ്ത്രങ്ങളെ അവന്റെ നേരെ തൊടുത്ത് തന്റെ ശരങ്ങളെ തീയമ്പുകളാക്കി തീർത്തിരിക്കുന്നു. ഇത് അവന്റെ നീതികളിലെ നോവ് കിട്ടുന്നു. അവൻ കഷ്ടത്തിൽ ഗർഭം ധരിച്ച് വഞ്ചനയെ പരിഹസിക്കുന്നു. അവൻ ഒരു കുഴി കുഴിച്ചുണ്ടാക്കി കുഴിച്ച കുഴിയിൽ താൻ തന്നെ വീണു. അവന്റെ വേണ്ടാതെ അവന്റെ തലയിലേക്ക് തിരിക്കും. അവന്റെ ബലാത്കാരം അവന്റെ നെറുകിൽ തന്നെ വീഴും. അടുത്ത വാക്യം നമുക്ക് ചേർന്ന് പാടാം. ഞാൻ യഹോവേ അവൻ നീതിക്ക് തക്കവണ്ണം നാമത്തിന് സ്തോത്രം പാടും. നമ്മുടെ വിശുദ്ധ കരങ്ങളെ ഉയർത്തി ഒന്ന് ദൈവത്തെ സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ യഹോവേ അവന്റെ നീതിക്ക് തക്കവണ്ണം സ്തുതിക്കും. അത്യുന്നതനായ യഹോവയുടെ നാമത്തിന് സ്തോത്രം ചെയ്യും.
അതേ ആമീൻ കരങ്ങളെ ഉയർത്തി ശബ്ദം ഉയർത്തി ദൈവമക്കൾ ചേർന്ന് പറഞ്ഞാട്ട് ആമീൻ അവന്റെ നീതിക്ക് തക്കവണ്ണം അത്യുന്നതനായ യഹോവയുടെ നാമത്തിന് സ്തോത്രം ചെയ്യും. അതേ ദൈവമക്കളെ ഹല്ലേലൂയ, നീതിക്ക് അർഹതയില്ലാതിരുന്ന അവൻ നമ്മുടെ നീതിയോട് നമ്മെ വീണ്ടെടുത്തതോർത്ത് ദൈവത്തെ നമുക്ക് സ്തുതിക്കാം. ഹല്ലേലൂയ, അർഹതയില്ലാത്ത സ്ഥാനത്ത് നമ്മെ അവൻ നിർത്തി. അതാകുന്നു ദൈവമക്കളെ കൃപ. ഹല്ലേലൂയ, അതാ ദൈവത്തിന്റെ കൃപ. ആ കൃപ തോന്നി ദയ തോന്നി ദൈവം നമ്മളെ വീണ്ടെടുത്തതിനായി ഇന്ന് പകല ദൈവത്തെ ഒന്ന് സ്തുതിക്കുവാൻ കരങ്ങളെ ഉയർത്തി ഒന്നുകൂടെ ദൈവത്തെ ഒന്ന് സ്തുതിച്ചാട്ട് ഹല്ലേലൂയ ഹല്ലേലൂയ. അവന്റെ നീതിക്ക് തക്കവണ്ണം അവനെ സ്തുതിക്കാൻ, അവന് വേണ്ടി സ്തോത്രം ചെയ്യാൻ, അവന്റെ നാമത്തിന് സ്തോത്രം ചെയ്യാൻ ഇന്ന് പകൽ എത്ര ദൈവമക്കൾക്ക് കഴിയും? അങ്ങനെയുള്ള ഒരു അതിരങ്ങൾ ചലിപ്പിച്ചാട്ട്. നമ്മുടെ പ്രവൃത്തി കൊണ്ടല്ല, ഹല്ലേലൂയ, നമ്മുടെ യോഗ്യത കൊണ്ടല്ല. ആമേൻ. അവന്റെ നീതിക്ക് തക്കവണ്ണം അവനോട് സ്തുതിക്കുവാൻ, അവനെ ഒന്ന് ഉയർത്തുവാൻ, അവനെ ഒന്ന് ആരാധിപ്പാൻ ഇന്ന് പകൽ നമ്മളെ തന്നെ ദൈവനെ സമർപ്പിക്കാം. 7-ാമത്തെ സങ്കീർത്തനമാണ് നമ്മൾ വായിച്ചത്. അതിനെക്കുറിച്ച് 1-2 കാര്യങ്ങൾ മാത്രം നിങ്ങളുമായി ഷെയർ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നു. സന്തോഷമുള്ളവർ ഒന്നുകൂടെ ഒന്ന് ദൈവത്തെ സ്തുതിച്ചാട്ട്. ഒരു പ്രാവശ്യം കൂടെ ആമീൻ. കഴിയും. ദൈവം നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. 7-ാം സങ്കീർത്തനം ആണ് നമ്മൾ വായിച്ചത്. ആധികാരികമായി ഒന്നും പറയാനായിട്ട് ആഗ്രഹിക്കുന്നില്ല. എങ്കിലും അതിൻ്റെ തലക്കെട്ടിൽ ഇങ്ങനെ കാണുവാൻ കഴിയുന്നു: ബെന്യാമിനായ കൂശിൻ്റെ വാക്കുകൾ നിമിത്തം ദാവീദ് യഹോവയ്ക്ക് പാടിയ വിഭ്രമ ഗീതം. ദുഷ്ടനിൽ നിന്ന് സംരക്ഷണത്തിനായി സങ്കീർത്തനക്കാരൻ്റെ ഒരു നിലവിളി, ഒരു പ്രാർത്ഥനയാണ് നമ്മളിവിടെ വായിച്ചത്. നോക്കുക, അനീതിയായ ഒരു കുറ്റാരോപണം ബെന്യാമിനായ കൂശിന്റെ വാക്കുകൾ നിമിത്തം അദ്ദേഹം ദൈവത്തോട് പ്രാർത്ഥിച്ച ഒരു പ്രാർത്ഥനയാണ് സങ്കീർത്തനത്തിലൂടെ നമ്മളിവിടെ വായിച്ചത്. ബെന്യാമിനായ കൂശ് എന്ന് പറയുമ്പോൾ ഈ ഭാഗങ്ങളുള്ള വചന വായനയിൽ എനിക്ക് മനസ്സിലായ ഒരു കാര്യം, ശൗൽ രാജാവിനെ കുറിച്ചാണ് ദാവീദ് ഇവിടെ കാണിച്ചിരിക്കുന്നത് എന്നാണ് എൻ്റെ മനസ്സിലെ ആഴമായ വിശ്വാസം. എന്നാൽ ശൗല്, സ്തോത്രം, ദാവീദിനോടുള്ള ഒരു കുറ്റാരോപണം, അതായത് രാജകീയക്കെതിരെ, രാജകീയക്ക് വിരോധമായി ഒരു രാജ്യദ്രോഹ ആരോപണം ചെയ്യുന്നു എന്ന് ഉള്ള ഒരു ആരോപണം ദാവീദിന് മേലുണ്ടായപ്പോൾ ദാവീദ് ദൈവത്തോട് പ്രാർത്ഥിച്ച ഒരു പ്രാർത്ഥനയാണ് നമ്മളിവിടെ പാടിയത്. സന്തോഷമുള്ളവർ കരങ്ങളെ ഒന്ന് ഉയർത്തി ഒന്ന് ദൈവത്തെ സ്തുതിച്ചാണ്. വിഭ്രമഗീതം എന്ന് പറയുന്നത് പരാതി പാട്ട്, അതുപോലെ തന്നെ അലഞ്ഞു നടന്നുകൊണ്ടുള്ള പാട്ട് എന്നൊക്കെ അവിടെ കാണുവാൻ കഴിയുന്നു. ഹല്ലേലൂയ, സ്തോത്രം. ഇവിടെ 7 ഭാഗങ്ങളായി നമുക്ക് ഈ വിഷയത്തെ കാണുവാൻ കഴിയുന്നു. 1 മുതൽ 2 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ ദാവീദിന്റെ പ്രാർത്ഥനയെ കാണുവാൻ കഴിയുന്നു. 3 മുതൽ 5 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ ദാവീദിന്റെ നിഷ്കളങ്കതയെ ദാവീദ് വെളിപ്പെടുത്തുന്നത് കാണുവാൻ കഴിയുന്നു. 6 മുതൽ 7 വരെ വായിക്കുമ്പോൾ എനിക്ക് വേണ്ടി ന്യായം ചെയ്യുന്ന ന്യായവതിയായ കർത്താവിനെ അവിടെ കാണുവാൻ കഴിയുന്നു. 8 മുതൽ 9 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ ദൈവം അപേക്ഷ കേൾക്കുന്ന ദൈവത്തെ കാണുവാൻ കഴിയുന്നു. അതിന്റെ 10 മുതൽ 13 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ ദുഷ്ടനെ ശാസിക്കുന്ന ഒരു ദൈവത്തെ കാണുവാൻ കഴിയുന്നു. 14 മുതൽ 16 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ അപവാദിയുടെ ശാപത്തെ സ്തോത്രം അവിടെ കാണുവാൻ കഴിയുന്നു. പ്രൈസ് ദി ലോർഡ്. അതിന്റെ 17 മുതൽ ഹല്ലേലൂയ 17ാമത്തെ വാക്യങ്ങൾ വായിക്കുമ്പോൾ ദാവീദ് ദൈവത്തെ സ്തുതിക്കുന്നത് കാണുവാൻ കഴിയുന്നു. സന്തോഷമുള്ളവർ ദൈവത്തെ ഒന്ന് സ്തുതിച്ചാട്ട്. ദാവീദിന്റെ ഒരു പ്രാർത്ഥന ശൈലി ഒന്ന് കണ്ടു. ഹല്ലേലൂയ. ഏറ്റവും അവസാനം തുടക്കത്തിൽ അവൻ പറയുന്നു, ദൈവമേ, ഞാൻ നിന്നിൽ ശരണം പ്രാപിക്കുകയാണ്, എന്റെ ആശ്രയം നിന്നിലാണ്. അവസാനത്തെ വാക്യം പറയുന്നു, ഇത്രയെല്ലാം മന ക്ലേശത്തോടെ ഞാൻ കടന്നുപോയി, നിന്റെ സന്നിധിയിൽ വന്ന് ഞാൻ ഒരുപാട് പദം പറഞ്ഞു കരഞ്ഞുവെങ്കിലും ഞാൻ അങ്ങേ വാഴ്ത്തുന്നു, അങ്ങേ സ്തുതിക്കുന്നു. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. അങ്ങനെയാണ് എന്റെ ആശ്രയം, അങ്ങാണ് എന്നെ വിടുവിക്കുന്ന ദൈവം, അങ്ങാണ് എന്റെ സങ്കേതം.
ആമീൻ, അങ്ങ് മാത്രമാണ് എന്നെ ആമീൻ ഇതിന്റെ നടുവിൽ നിർത്തുന്നത് എന്നുള്ള വിശ്വാസത്തോടെയുള്ള ദാവീദിന്റെ പ്രാർത്ഥനയിൽ അവൻ പറയുകയാണ്, ഞാൻ അങ്ങയെ വാഴ്ത്തും. ഈ പ്രഭാതത്തിൽ ദൈവത്തെ ആരാധിക്കുന്ന ദൈവജനത്തിന് എത്ര പേർക്ക് പറയാൻ കഴിയും? അനവധി, ഒട്ടനവധി ആമീൻ ഇങ്ങനെയുള്ള പ്രതിസന്ധികളുടെ കടന്നു പോകുമ്പോൾ, മറ്റുള്ളവരാലുള്ള ആമീൻ കുറ്റപ്പെടുത്തലുകൾ, അവരിൽ നിന്നുള്ള ആരോപണങ്ങൾ, ആമീൻ ഇങ്ങനെയുള്ളവയിലൊക്കെ നമ്മൾ കടന്നു പോകുമ്പോഴും ഇന്ന് പകൽ ദൈവത്തെ നോക്കി ഒന്ന് പറയാൻ കഴിയുമോ? നീ മാത്രമാണ് എന്റെ ആമീൻ സ്തോത്രം സങ്കേതം, നീ മാത്രമാണ് എന്നെ വിടുവിക്കുന്നവൻ, ആമീൻ നീ മാത്രമാണ് എന്നെ വഴി നടത്തുന്നവൻ, അതുകൊണ്ട് ഞാൻ നിന്നെ സ്തുതിക്കുന്നു. ആമേൻ. കരങ്ങളെ ഉയർത്തിക്കുക ദൈവമക്കളെ. അങ്ങ് മാത്രമാണ് എന്നെ നടത്തുന്നത്. ആമേൻ. എന്റെ ആശ്രയം അങ്ങിൽ, ഞാൻ അങ്ങിൽ ശരണം പ്രാപിക്കുകയാണ്. ആമേൻ. അനവധിയായി ദുഷ്ടന്മാർ എന്റെ നേരെ എഴുന്നേറ്റ് വന്നാലും, ഹല്ലേലൂയ, ആമീൻ സ്തോത്രം, വേണ്ടപ്പെട്ടവരൊക്കെ മാറിപ്പോയാലും, ആമീൻ ഞാൻ മരണഭീതിയോടെ നടക്കേണ്ടത് വന്നാലും പറയാൻ കഴിയുമോ? അങ്ങാണ് എന്റെ ആശ്രയം, അങ്ങനെ നടത്തുന്ന ദൈവമാണ്, അതുകൊണ്ട് ഞാൻ വീഴുകയില്ല, ഞാൻ തളർന്നു പോകത്തില്ല. ഹല്ലേലൂയ. ഇന്ന് ഞാൻ അങ്ങയെ വാഴ്ത്തുകയാണ്. സന്തോഷമുള്ളവർ കരങ്ങളെ ഉയർത്തി അതരങ്ങളെ തുറന്ന് ദൈവത്തെ സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ. ഒരു പ്രാവശ്യം കൂടെ അതിന്റെ 1-ാമത്തെ വാക്യം. സ്തോത്രം. എന്റെ ദൈവമായ യഹോവേ, ഞാൻ നിന്നെ ശരണം പ്രാപിക്കുന്നു. എന്നെ വേട്ടയാടുന്ന എല്ലാവരുടെയും കയ്യിൽ നിന്ന് എന്നെ രക്ഷിച്ച് വിടുവിക്കണമേ. അപ്പൊ ദൈവത്തിൽ ശരണം പ്രാപിക്കുന്ന ഒരു ദാവീദിനെ കാണുന്നു. എന്നിട്ട് പറയുകയാണ്, എന്നെ വേട്ടയാടുന്ന എല്ലാവരുടെയും കയ്യിൽ നിന്ന് എന്നെ രക്ഷിച്ച് വിടുവിക്കണം. ദാവീദിന് ഒരു കാര്യം ഉറപ്പുണ്ട്, എന്നെ വിടുവിക്കുവാൻ കഴിയുന്നവൻ എന്റെ ദൈവം മാത്രമാണ്. പലവിധമാകുന്ന ഒട്ടനവധി പ്രതിസന്ധികൾ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുമ്പോൾ, രോഗം, ആമീൻ കടഭാരം, ആമീൻ മറ്റ് പല വിധത്തിലുള്ള പ്രതിസന്ധികൾ കടന്നു വരുമ്പോൾ മറ്റുള്ളവരെ നമ്മൾ ആശ്രയിക്കുന്നു. എന്നാൽ ഇന്ന് പകൽ മുട്ടുമടക്കി ദൈവത്തിൽ ഒന്ന് ശരണപ്പെട്ട് കഴിഞ്ഞാൽ നമ്മുടെ ഹൃദയത്തിൽ ഒരു കാര്യം കൂടെ വിശ്വസിക്കണം, ആമീൻ എന്നെ വിടുവിക്കാൻ കഴിയുന്ന ഒരു ദൈവം മാത്രമാണ് ഞാൻ ആരാധിക്കുന്ന എന്റെ ദൈവം. ആ ഉറപ്പോടാണ് നീ പ്രാർത്ഥിക്കുന്നതെങ്കിൽ പ്രാർത്ഥന തീരുമ്പോൾ തന്നെ എന്റെ ദൈവമേ ഞാൻ നിന്നെ സ്തുതിക്കുന്നു എന്ന് പറയാൻ കഴിയും. ആമീൻ. ഈ സ്തുതി എന്ന് പറയുന്നത് വെറുതെയുള്ള സ്തുതിയല്ല. ആമീൻ. അതിന്റെ ആമീൻ അവസാനത്തുള്ള ദൈവത്തിന്റെ പ്രവൃത്തിയെ ആത്മാവിൽ കണ്ടുകൊണ്ട് അവൻ പറയുന്നു, ഞാൻ നിന്നെ സ്തുതിക്കും. ആമീൻ. ഹല്ലേലൂയ. കരങ്ങളെ ഒന്ന് ഉയർത്തി ഒന്ന് ദൈവത്തെ സ്തുതിച്ചാട്ടെ. ആമീൻ. അതിന്റെ 10-ാമത്തെ വാക്യം, ഞാൻ ഈ വാക്യങ്ങൾ നിങ്ങൾ വായിച്ചാൽ മതി. ആമീൻ സ്തോത്രം. തൊട്ട് താഴെയോട്ടുള്ള ഓരോ വാക്യങ്ങൾ വായിച്ച് നിങ്ങൾ ഭവനത്തിൽ നിന്ന് മനസ്സിലാക്കിയാൽ മതി. അതിന്റെ 10-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു, എന്റെ പരജ ദൈവത്തിന്റെ പക്കലുണ്ട്, അവൻ ഹൃദയ പരമാർത്ഥികളെ എന്ത് ചെയ്യുന്നു? രക്ഷിക്കുന്നു. എന്റെ പരജ ദൈവത്തിന്റെ പക്കലുണ്ട്. ഒന്ന് നമുക്ക് ദൈവത്തെ ആമീൻ ദാവീദിനോട് ചോദിക്കാം, ദാവീദേ, പരജ നിന്റെ കയ്യിലല്ലേ ഇരിക്കേണ്ടത്? യുദ്ധകളത്തിൽ ഇറക്കുന്ന ഒരു യോദ്ധാവിനെ സംബന്ധിച്ച് യുദ്ധം നയിക്കുന്ന ആമീൻ സ്തോത്രം, അല്ലെങ്കിൽ അതിന്റെ മേലൊരു അധിപനുണ്ട്, അവന്റെ ഓർഡർ അനുസരിച്ചാണ് ഓരോ പടയാളികളും നിൽക്കുന്നത്. എന്നാൽ പരജ ആരുടെ കയ്യിലാണ് വേണ്ടിയത്? ആമീൻ എപ്പോഴും ആമീൻ സ്തോത്രം യുദ്ധം ചെയ്യുന്ന പോരാളിയുടെ കയ്യിൽ, അല്ലെ യോദ്ധാവിന്റെ കയ്യിൽ പരജ ആവശ്യമാണ്. ഇവിടെ ദാവീദ് പറയുന്നു, എന്റെ പരജ നിന്റെ കയ്യിലാണ്. എന്താ അതിന്റെ അർത്ഥം? ദൈവമേ, എന്റെ പരജ നിന്റെ കയ്യില. അമീൻ. എന്റെ കയ്യിൽ ഒന്നുമില്ല. അമീൻ. എനിക്ക് നീ മാത്രമാണ്. എന്റെ പരജ നിന്റെ കയ്യില. കരങ്ങളെ ഉയർത്തി ഒന്ന് ദൈവത്തെ സ്തുതിച്ചാട്ട്. ദൈവ സങ്കേതമായി രക്ഷിക്കാൻ കഴിയുന്ന ദൈവത്തിൽ അവൻ ശരണപ്പെട്ടിട്ട് പറയുകയാണ്, എന്റെ പരജ നിന്നിലാണ്. പ്രൈസ് ദി ലോർഡ്. എത്ര പേർക്ക് ഇത് മനസ്സിലാകുന്നു? കഴിഞ്ഞ ആഴ്ചയിൽ ഞാൻ ഒരു ഭാഗം ഇങ്ങനെ പറഞ്ഞിരുന്നു. ദാവീദ് രാജാവിനോട് ചെന്ന് പറയുന്നു, ഫെലിസ്തീയ മല്ലനായ ഗോലിയാത്തിനെ കൊന്നാൽ നീ എനിക്ക് എന്തു തരും? അതേ ദാവീദ് പാട്ടുപാടുമ്പോൾ പറയുകയാണ്, എന്റെ പരജ നീയാണ്. ആമീൻ. വളരെ വ്യത്യസ്തമായ ഒരു നിലവാരത്തിൽ ജ്യേഷ്ഠന്മാരെ പോലും ആമീൻ അതിശയിപ്പിക്കുന്ന രീതിയിൽ, എന്ന് പറഞ്ഞാൽ ജ്യേഷ്ഠന്മാർ അവനെ പരിഹസിക്കുകയായിരുന്നു. നിനക്ക് ആടിനെ തീറ്റാൻ, നിനക്ക് ആമീൻ കാട്ടിൽ ആടിനെ കളഞ്ഞിട്ടാണ് നീ വന്നത്, നിനക്കിതിനൊന്നും പറ്റത്തില്ല, ഞങ്ങളെ യോദ്ധാക്കന്മാരാണ് എന്ന് പറയുമ്പോഴും അവർ ഗോലിയാത്തിന്റെ വെല്ലുവിളിയുടെ മുൻപിൽ ഒളിച്ചിരിക്കുന്ന മണ്ഡലത്തിൽ നിൽക്കുമ്പോൾ ദാവീദ് തോട്ടിലിറങ്ങി മിനുസമുള്ള 5 കല്ല് പറക്കുന്നു.
ആമീൻ. അവൻ കയ്യിലൊരു വടിയും കല്ലെടുത്തെറിയാനുള്ള കവണയും ഒരു ഇടയസഞ്ചിയും കയ്യിൽ പിടിക്കുമ്പോൾ അവനെ എതിരെ നിൽക്കുന്ന വല്ലൻ വിളിച്ചു പറയുന്നു, നീ ഒരു നായെ തല്ലിക്കൊല്ലാൻ വരുന്ന പോലെ എന്റെ നേരെ ഒരു വടിയുമായി വരുന്നത് എന്താ? അപ്പോഴും ദാവീദ് പറയുന്നു, ഞാൻ വരുന്നത് നീ നിന്ദിക്കുന്ന യഹോവയുടെ ശക്തിയാലാണ്. ആമേൻ. ദൈവമേ, എന്റെ പരിചയം നിന്റെ കയ്യില. എന്താ എന്റെ അർത്ഥം? ഇവിടെ എന്റെ ആൻസർ ദാവീദ് തന്നെ പറയുകയാണ്, ഞാൻ വരുന്നത് നിന്റെ കൂട്ട പരിചയും പടച്ചട്ടയും ശിരസ്ത്രവും ധരിച്ചവനായിട്ടല്ല, പിന്നെയോ ഞാൻ വരുന്നത് നീ നിന്ദിക്കുന്ന ഇസ്രായേലിന്റെ ദൈവമായ യഹോവയുടെ ശക്തിയാലാണ്. അങ്ങനെയെങ്കിൽ എന്നെ കേൾക്കുന്ന ദൈവ പൈതല്, ഇന്ന് പകൽ എത്ര പേർക്ക് പറയാൻ കഴിയും, എന്റെ പരാജയായവൻ എന്റെ കൂടെയുണ്ട്. എന്റെ പരാജയായവന്റെ ശക്തി എന്റെ മേലുണ്ടെങ്കിൽ ആ ശക്തിയാണ് എന്റെ പരജ. മനുഷ്യൻ നിങ്ങൾക്ക് തരുന്ന ശിരസ്ത്രം, മനുഷ്യൻ നിങ്ങൾക്ക് തരുന്ന പൊളച്ചട്ട, മനുഷ്യൻ നിങ്ങൾക്ക് തരുന്ന പരജ, മനുഷ്യൻ നിങ്ങൾക്ക് തരുന്ന വാള്, ഹല്ലേലൂയ. എന്നാൽ പ്രാർത്ഥിക്കുന്ന ഒരുവൻ കണ്ണു തുറന്ന് നോക്കുമ്പോൾ മല്ലനായ ഗോലിയാത്തിനെ എറിഞ്ഞുവിടാൻ ഒരു പൊസിഷൻ സ്വർഗത്തിലെ ദൈവം കാണിച്ചു കൊടുക്കും. എന്നാൽ ഗോലിയാത്ത് എത്ര നോക്കിയാലും, എത്ര സ്തോത്രം പരിഹസിച്ചാലും അവൻ പോലും കാണാൻ കഴിയാതെ വണ്ണം നിന്നെ ദൈവത്തിന്റെ പരിചയാകുന്ന ശക്തി കൊണ്ട് അവൻ മറയ്ക്കുന്ന ഒരു ദൈവമെന്ന് ഇന്നുകൾ വിശ്വസിക്കുന്നവർ ദൈവത്തെ സ്തുതിച്ചാട്ട്. എത്ര പേർക്ക് ഇത് മനസ്സിലാകുന്നു? എത്ര പേർക്ക് ഇത് മനസ്സിലാകുന്നു? ദൈവത്തെ ശരണം പ്രാപിക്കുന്ന മനുഷ്യനും ലോകത്തെ ശരണം പ്രാപിക്കുന്ന മനുഷ്യനുമായുള്ള ബന്ധം ഇന്ന് പകൽ തിരിച്ചറിഞ്ഞ് ദൈവത്തെ സ്തുതിക്കാൻ എത്ര പേർക്ക് കഴിയും? ഈ ബന്ധം തിരിച്ചറിഞ്ഞ് ദാവീദ് പറയുകയാണ്, അവസാനം പറയുന്നു, ഞാൻ നിന്നെ വാഴ്ത്തി സ്തുതിക്കും. ആമേൻ. അപ്പം ദൈവമക്കളുടെ ശക്തി എന്താ? അവൻ വാഴ്ത്തി ദൈവത്തെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ. ശൗൽ രാജാവ് ദാവീദിനെ ആവശ്യമായ പടച്ചട്ടൊക്കെ എടുത്തുടിയിപ്പിച്ചു. അരയിലൊരു വലിയ വാളൊക്കെ എടുത്ത് ഫിറ്റ് ചെയ്തു. ഒരു പരജെടുത്ത് കയ്യിൽ കൊടുത്തു. ദാവീദ് പറഞ്ഞു, ഇതിട്ട് എനിക്ക് നടക്കാൻ കഴിയത്തില്ല. എനിക്ക് നടക്കണമെങ്കിൽ ഒന്നുണ്ട്. എന്താ? അവൻ നിന്ദിച്ചുകൊണ്ടിരിക്കുന്ന ദൈവത്തിന്റെ ശക്തിയാ. അതിട്ടുകൊണ്ട് എനിക്ക് നടക്കാൻ കഴിയുകയുള്ളൂ. അതേ ദൈവമക്കളെ, ഈ കാലഘട്ടത്തിൽ ദൈവമക്കൾക്ക് മുൻപോട്ട് പോകണമെങ്കിൽ, ഹല്ലേലൂയ, ഈ ലോകം ഒരുക്കുന്ന ഒരു വ്യവസ്ഥകളിൽ കൂടെ പറ്റത്തില്ല. ഈ കാലഘട്ടത്തിൽ എനിക്കും നിനക്കും നടക്കണമെങ്കിൽ അതേ നമ്മുടെ ദൈവത്തിന്റെ ശക്തിയിലൂടെ മാത്രമേ കഴിയുകയുള്ളൂ എന്ന് വിശ്വസിക്കുന്നവർ ഇന്ന് പകൽ ദൈവത്തെ സ്തുതിച്ചാട്ട്. അതേ സഭാരാധനയിൽ, അതേ ഓരോ മീറ്റിംഗിലും നമ്മൾ പ്രാപിച്ചെടുക്കേണ്ടത് അതേ ദൈവശക്തി പ്രാപിക്കുവാൻ ഇന്ന് ദൈവകരനെ സമർപ്പിക്കുന്നവരായി മാറട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. കരങ്ങളൊന്ന് ഉയർത്തി ഒന്ന് ദൈവത്തെ സ്തുതിച്ചാട്ടെ. എത്ര പേർക്ക് ദൈവത്തെ സ്തുതിക്കാൻ കഴിയും? ഹല്ലേലൂയ. ദൈവത്തെ ഒന്ന് സ്തുതിച്ചാട്ടെ. ദാവീദ് പറഞ്ഞ പോലെ എത്ര പേർക്ക് ആ ധൈര്യത്തോടുകൂടെ പറയാൻ കഴിയും? ഹല്ലേലൂയ. എനിക്കൊരു ദൈവമുണ്ട്. എന്റെ പരജ നിന്റെ കയ്യിലാ. ഈ ലോകത്ത് എത്ര എനിക്ക് വിരോധമായി ദുഷ്ടൻ അഴിഞ്ഞാടിയാലും, എത്ര പകർച്ചവ്യാധി നിറമാടിയാലും, ഇന്ന് പകൽ ദൈവമക്കൾക്ക് വിളിച്ചു പറയാൻ കഴിയുമോ? എന്റെ സങ്കേതം എന്റെ സ്വർഗമാണ്. ഹല്ലേലൂയ. എന്റെ പരജ ദൈവത്തിന്റെ കയ്യിലാണ്. എന്റെ ദൈവത്തിന്റെ കയ്യിലാണ് എന്റെ പരജ ഇരിക്കുന്നതെങ്കിൽ, ഹല്ലേലൂയ. ദാവീദ് പറയുകയാണ്, ഞാൻ ഗോലിയാത്തിനെ നേരെ ചെന്നാലും, ഹല്ലേലൂയ, ശൗൽ രാജാവ് എന്നെ കൊന്നുകളയാൻ എന്റെ പുറകെ വന്നാലും, ശൗൽ രാജാവ് എനിക്ക് വിരോധമായി ആരോപണങ്ങൾ അഴിച്ചുവിട്ടാലും, സ്വന്തം എന്റെ പരജ ആറകില എന്റെ ദൈവത്തിന്റെ കയ്യില. അങ്ങനെയെങ്കിൽ ഈ ലോകത്തിൽ അനുഭവിക്കുന്ന സകല ഘട്ടങ്ങളിൽ നിന്ന് വിടുവിക്കുവാൻ കഴിയുന്ന ഒരു അഭിഷേകത്തിന്റെ നിറവ് എന്റെ മേലുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്ന് മുതൽ ആത്മാവിൽ നിറയാൻ ദൈവമക്കളൊന്ന് സമർപ്പിച്ചാട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവത്തെ സ്തുതിക്കുവാൻ അത്തരങ്ങളൊന്ന് ചലിപ്പിച്ചാട്ടെ. അത്തരങ്ങളെ ചലിപ്പിച്ചുകൊണ്ട് ദൈവത്തെ സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ. ആ ശക്തിയാണ് ഇന്ന് പകൽ നമ്മൾ പ്രാപിക്കേണ്ടത്. ഓരോ ആരാധനയിലും ഓരോ പ്രാർത്ഥനയിലും നമ്മളെ ശക്തിയെ പ്രാപിക്കുന്നുണ്ടെങ്കിൽ ഇന്ന് പകൽ ഹല്ലേലൂയ ഹൃദയത്തിനകത്ത് അസാധാരണമായ ഒരു ധൈര്യം, ഏത് പ്രതിസന്ധിയെ നേരിടുവാൻ, അതിന് ചങ്കുറ്റത്തോടെ നേരിടുവാൻ തക്കവണ്ണം അസാധാരണമായ ഒരു ശക്തി നിങ്ങളുടെ ഹൃദയത്തിൽ നിറയ്ക്കാൻ ഇന്ന് പകൽ ദൈവത്തിന് കഴിയും. അതെ, ഈ ശക്തി
ശക്തി പ്രാപിച്ച പൗലോസും സീലാസും കാരാഗ്രഹത്തിനകത്തായി. എന്നാൽ അവിടെ ആരാധന വെളിപ്പെട്ട് കഴിഞ്ഞപ്പോൾ അവരെ ബന്ധിച്ചിരുന്ന കാരാഗ്രഹത്തെ പൊളിക്കാൻ തക്കവണ്ണം ആ ശക്തിക്ക് കഴിഞ്ഞുവെങ്കിൽ ഇന്ന് പകൽ ദൈവമക്കൾ പ്രാർത്ഥിക്കുന്ന ദൈവമക്കൾക്ക് വിരോധമായ ചില ആഭിചാര ശക്തികൾ ഇന്ന് പകൽ പൊളിയുന്ന പകലാണെന്ന് വിശ്വസിക്കുന്ന ദൈവത്തെ സ്തുതിച്ചാട്ട്. ഹല്ലേലൂയ. അന്തരീക്ഷ മണ്ഡലത്തിൽ വ്യാപരിക്കുന്ന നിങ്ങളുടെ നന്മയെ തടയുന്ന ആഭിചാര മണ്ഡലങ്ങൾ, ദേശാധിപതി ശക്തികൾ ഇന്ന് പകൽ അഴിഞ്ഞു മാറുന്ന പകലെന്ന് വിശ്വസിക്കുന്നവർ ദൈവത്തെ സ്തുതിച്ചാട്ട്. ഹല്ലേലൂയ. നിങ്ങളുടെ കുടുംബത്തിന് വിരോധമായി തലമുറയുടെ വളർച്ചയ്ക്ക് വിരോധമായി വിരുദ്ധമായി സ്തോത്രം ഹല്ലേലൂയ വ്യാപരിക്കുന്ന സകല പോരുകളെയും ഇന്ന് പോലെ അറസ്റ്റ് ചെയ്യാൻ പരിശുദ്ധാത്മാവിന്റെ ശക്തി ഇന്ന് പോലെ നമ്മുടെ നടുവിൽ ഇറങ്ങിയിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നവർ ദൈവത്തെ സ്തുതിച്ചാട്ട്. ഇന്ന് പകൽ എത്ര പേർക്ക് ദൈവത്തെ ആരാധിപ്പാൻ കഴിയും? ശരീരത്തിന്മേൽ വ്യാപരിക്കുന്ന ദുഷ്ടന്റെ വ്യാപാരത്തെ സ്തുതിക്കുവാൻ കഴിയാതെ, വേണ്ട വിധത്തിൽ നന്മ പ്രാപിക്കുവാൻ കഴിയാതെ വ്യാപരിക്കുന്ന ചില പോരുകൾ ഇന്ന് പകൽ അഴിഞ്ഞു മാറുന്നത് ആത്മാവിൽ കണ്ടുകൊണ്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ചില സ്തോത്രം പാപത്തിന്റെ പാശകൾ ഇന്ന് പകൽ അഴിഞ്ഞു മാറുന്നത് ആത്മാവിൽ കണ്ടുകൊണ്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. ദാവീദ് പറയുന്നു, ഹല്ലേലൂയ, ഹല്ലേലൂയ. എൻ്റെ ദൈവമേ, ഞാൻ അങ്ങേ ശരണം പ്രാപിക്കുകയാണ്. ഹല്ലേലൂയ. ദുഷ്ടൻ സ്തോത്രം എന്നെ വേട്ടയാടിക്കൊണ്ടിരിക്കുകയാണ്. സിംഹം എന്ന പോലെ എന്നെ കീറിക്കളയുവാൻ അവർ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നെ വിടിയിപ്പാൻ ആരുമില്ല എന്ന് ഞാൻ ചിന്തിച്ചു പോയി. സ്തോത്രം എൻ്റെ ദൈവമേ, ഞാൻ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഹല്ലേലൂയ അവിടെ അവന്റെ നിഷ്കളങ്കതയെ ദൈവകരങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് അവൻ പ്രാർത്ഥിക്കുകയാണ്. എന്നാൽ അതിനെല്ലാം കഴിഞ്ഞതിന് ശേഷം ദൈവത്തിന്റെ വിടുതലിനെ അവൻ ആത്മാവിൽ കാണുന്നു. ആത്മാവിൽ കാണുന്നു, ആത്മാവിൽ കാണുന്നു, ആത്മാവിൽ കാണുന്നു. അതെ, ഇന്ന് പകൽ ആത്മാവിൽ കണ്ടുകൊണ്ട് നീ ഇരിക്കുന്ന ഭവനത്തിൽ നിന്ന് ആരാധിക്കുവാൻ തുടങ്ങുന്നെങ്കിൽ ഹല്ലേലൂയ എന്തോ ഒന്ന് അഴിഞ്ഞു മാറുന്നത് പോലെ നിന്റെ ശരീരത്തിൽ നിന്ന്, നിന്റെ കുടുംബത്തിൽ നിന്ന് ചിലത് അഴിഞ്ഞു മാറുന്നത് ആത്മാവിൽ കണ്ടുകൊണ്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. ഹല്ലേലൂയ. നിന്റെ കുടുംബജീവിതത്തോട് പോരാടുന്ന, നിന്റെ വ്യക്തി ജീവിതത്തോട് പോരാടുന്ന, ഹല്ലേലൂയ ഇന്ന് പകൽ അങ്ങനെയുള്ള അന്യായ ബന്ധനങ്ങളെ അഴിക്കുവാൻ ശക്തിയുള്ള ഒരു ദൈവത്തിന്റെ പറജ ഇന്ന് പകൽ നിന്നെ മൂടുകയാണ്. ദാവീദ് കണ്ടതുപോലെ ആത്മാവിൽ കണ്ടുകൊണ്ട് ദൈവത്തെ സ്തുതിക്കുന്നവരായി മാറണം. പ്രതികൂലങ്ങൾ, പ്രതിസന്ധികൾ നമ്മുടെ ജീവിതത്തിൽ ഏറി വരുമ്പോൾ ആത്മാവിന് ദാവീദ് നിഷ്കളങ്കതയെ ദൈവനെ സമർപ്പിച്ചുകൊണ്ട്, ദൈവമേ നീ എന്നെ വിടുവിക്കുന്നവനാ, എന്റെ പരിച നിന്റെ കയ്യിലാ എന്നൊക്കെ പറഞ്ഞിട്ട് അവസാനം പറയുന്നു, ഞാൻ നിന്നെ പാടി സ്തുതിക്കും. അവന്റെ വിടുതലിനെ ആത്മാവിൽ കണ്ടുകൊണ്ട് പറയുകയാണ്, ഞാൻ നിന്നെ പാടി സ്തുതിക്കും. അതെ, ഇന്ന് പകൽ ദൈവമക്കളോട് എനിക്ക് പറയുവാനായിട്ടുള്ളത്, ഏത് പ്രതിസന്ധികൾ, ഏത് ശോധനകൾ കടന്നു വന്നാലും ആ ശോധനയല്ല മുൻപിൽ കണ്ടുകൊണ്ട് പ്രാർത്ഥിക്കേണ്ടത്. അതിന്റെ നടുവിൽ ദൈവം തരുന്ന വിടുതലിനെ ആത്മാവിൽ കണ്ടുകൊണ്ട് പ്രാർത്ഥിക്കുവാൻ തയ്യാറായാൽ, ഹല്ലേലൂയ. ദാവീദ് തല ഉയർത്തി നോക്കിയപ്പോൾ ഗോലിയാത്തിന്റെ പടച്ചട്ടയല്ല ദാവീദിന്റെ ഹൃദയത്തിനകത്ത് ഹൈലൈറ്റ് ചെയ്ത് കണ്ടത്, അവന്റെ ശിരസ്ത്രമല്ല ഹൈലൈറ്റ് ചെയ്ത് കണ്ടത്. അവൻ ആത്മാവിൽ അവൻ പറയുന്നു, എന്റെ മേലൊരു ശക്തിയുണ്ട്. അവൻ തല ഉയർത്തി നോക്കിയപ്പോൾ അവനൊരു സ്ഥലം കണ്ടു. ഒരു പരജയ്ക്കും ഒരു ശിരസ്ത്രത്തിനും മൂടാൻ കഴിയാത്ത ഒരിടം. അവിടേക്ക് അവൻ ലക്ഷ്യം വെച്ച് കല്ല് കവണയ്ക്കകത്ത് വെച്ച് കറക്കാൻ തുടങ്ങി. ഹല്ലേലൂയ. ആത്മാവ് പറഞ്ഞതുപോലെ അവനെ കൈ കറക്കി. അവൻ എന്താണോ അവൻ കണ്ട് ആത്മാവിൽ കണ്ടുകൊണ്ട് അവൻ കവണ കറക്കിയത്, അതേ സ്ഥലത്ത് തന്നെ ആ കല്ല് ചെന്ന് പതിക്കുന്നു. ഇന്ന് പകൽ ആത്മാവിൽ കണ്ടുകൊണ്ട് പ്രാർത്ഥിക്കുന്ന ദൈവവേദനെ നീ കാണുന്നത് നിനക്ക് വിരോധമായി നിൽക്കുന്ന പ്രതിസന്ധികളല്ല, നിന്റെ കഷ്ടതയല്ല, നിന്റെ ശൂന്യതയല്ല, നിന്റെ പോരായ്മയല്ല. വിടുവിക്കുന്ന ഒരു ദൈവത്തിന്റെ ശക്തി നിന്റെ മേൽ വ്യാപരിക്കുന്നത്. ആ വിടുതൽ നീ കണ്ടുകൊണ്ട് ഇന്ന് പകൽ ആരാധിക്കാൻ തുടങ്ങിയാൽ, ദൈവത്തെ സ്തുതിക്കാൻ തുടങ്ങിയാൽ, ഇന്ന് പകൽ നീ വിടുതലുണ്ട് നിനക്ക്. നിന്നെ പരിഹസിച്ച സഹോദരന്മാരുടെ മുൻപിൽ, ശൗൽ രാജാവിന്റെ മുമ്പിൽ ശത്രുവിന്റെ തലയുമായി വരുന്ന ദാവീദിനെ പോലെ ജയാളിയായി ഒളിച്ചിരിക്കുന്ന ജേഷ്ഠന്മാരുടെ മുൻപിലേക്ക് ജയോത്സവമായി പാട്ടും പാടി വരുവാൻ ഇന്ന് നിന്നെ സ്വർഗം സഹായിക്കും.
എങ്ങനെ ദൈവിക വിടുതലിനെ ആത്മാവിൽ കണ്ടുകൊണ്ട് ദൈവത്തെ സ്തുതിക്കുന്ന ഒരു അഭിഷക്തന് മേൽ ദൈവത്തിന്റെ പരിചയുടെ ശക്തി വ്യാപരിക്കും. ആത്മാവിൽ ദൈവത്തെ സ്തുതിച്ചാട്ടെ, ആത്മാവിൽ ദൈവത്തെ സ്തുതിച്ചാട്ടെ, ആത്മാവിൽ ദൈവത്തെ സ്തുതിച്ചാട്ടെ, ആത്മാവിൽ സ്തുതിച്ചാട്ടെ. കരങ്ങളെ ഉയർത്തി ദൈവത്തെ സ്തുതിച്ചാട്ടെ. പ്രാക്കളെ പോലെ നാം പറന്നുയരും, നാടിന്റെ പ്രിയനാ മണവാളനിൽ പ്രാപിക്കും സ്വർഗീയ മണിയറയിൽ. പ്രാണന്റെ പ്രിയനാ മണവാളനിൽ പ്രാപിക്കും സ്വർഗീയ മണിയറയിൽ. കഷ്ടങ്ങൾ സാരമില്ല, കണ്ണുനീർ സാരമില്ല, കഷ്ടങ്ങൾ സാരമില്ല, കണ്ണുനീർ സാരമില്ല. മണവാളൻ വരും വാനമേഘത്തിൽ, മയങ്ങാൻ ഇനിയും സമയമില്ല. മണവാളൻ വരും വാനമേഘത്തിൽ, മയങ്ങാൻ ഇനിയും സമയമില്ല. മധ്യാകാശത്തിങ്കൽ മകൾ ദിനത്തിൽ മണവാട്ടിയായി നാം പറന്നുപോകും. മധ്യാകാശത്തിങ്കൽ മകൾ ദിനത്തിൽ മണവാട്ടിയായി നാം പറന്നുപോകും. കഷ്ടങ്ങൾ സാരമില്ല, കണ്ണുനീർ സാരമില്ല, കഷ്ടങ്ങൾ സാരമില്ല, കണ്ണുനീർ സാരമില്ല. നിത്യതേജസ് നോടി നേരത്തേക്കുള്ള കഷ്ടങ്ങൾ സാരമില്ല, കണ്ണുനീർ സാരമില്ല, കഷ്ടങ്ങൾ സാരമില്ല. സ്തോത്രം. സ്നേഹവാനായ ദൈവമേ, നന്ദിയോടെ സ്തുതിക്കുന്നു. ദൈവമേ, ഇന്ന് പകൽക്കാലം അനുഗ്രഹിക്കപ്പെട്ട ഒരു സഭായോഗം ഞങ്ങൾക്ക് നൽകിയതിനാൽ നന്ദിയോടെ സ്തുതിക്കുന്നു. അതിനെ ശുശ്രൂഷിക്കുവാൻ കർത്താവിന്റെ ദാസന്മാരോട് ബലപ്പെടുത്തുകയും സഹായിക്കുകയും ചെയ്തതിനാൽ സ്തോത്രം ചെയ്യുന്ന കർത്താവെ, ദൈവം അനേക കഷ്ടങ്ങൾ കർത്താവെ ജീവിതത്തിൽ കടന്നു വരുമ്പോൾ, മറ്റുള്ളവർ നമ്മളെ പരിഹസിക്കുമ്പോൾ, കർത്താവിന്റെ സന്നിധിയിലെ കർത്താവായ യേശുക്രിസ്തു നമുക്ക് വേണ്ടി സഹിച്ച ത്യാഗങ്ങളെയും എല്ലാം ഓർത്ത് ധൈര്യപ്പെടുവാൻ തക്കണം. ഇന്ന് പകൽക്കാലം ദൈവാത്മാവ് സംസാരിച്ചതിനാൽ നന്ദിയോടെ സ്തുതിക്കുന്നു കർത്താവെ. പരിഹാസങ്ങളും നിന്ദകളും കടന്നു വരുമ്പോൾ, ജീവിതത്തിൽ കടന്നു വരുമ്പോൾ, കഷ്ടങ്ങൾ കടന്നു വരുമ്പോൾ ദൈവം എന്നെ കാണുന്നു, എന്നെ അറിയുന്നു എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ധൈര്യപ്പെടുവാൻ തക്കണം. ദൈവമേ, അവിടെ ഞങ്ങളെ സഹായിക്കണമേ കർത്താവെ. കഷ്ടത എന്ന വരം കർത്താവെ ഹല്ലേലൂയ ദൈവം പ്രസാദമുള്ളവർക്ക് കൊടുക്കുമ്പോൾ അതിനെ നല്ല മനസ്സോടുകൂടി തുറന്ന ചിന്തയോടുകൂടി സ്വീകരിക്കുവാനും ദൈവസന്നിധിയിൽ ഉറച്ചു നിൽക്കുവാനും സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവം ബലപ്പെടുത്തുന്നവർക്കായി നന്ദിയോടെ സ്തുതിക്കുന്ന കർത്താവെ ഹല്ലേലൂയ. ക്രിസ്തുവിന്റെ വചനത്തിൽ ആശ്വസിക്കുവാനും സമാധാനിക്കുവാനും ദൈവം ഓരോ പ്രിയപ്പെട്ടവരോടൊന്ന് സഹായിക്കട്ടെ. വചന ശുശ്രൂഷിച്ചവരെ അവിടുന്ന് മാനിക്കണമേ കർത്താവ്. വിശേഷാല് സാക്ഷിവാചനങ്ങൾ കൂടെ ആവശ്യപ്പെട്ട പ്രയർ റിക്വസ്റ്റിന് വേണ്ടി പ്രാർത്ഥിക്കുന്നവരെയൊക്കെയും സഹായിക്കണം. ജോലിയില്ലാതെ ഭാരപ്പെടുന്നവര്, കർത്താവ് മാനസികമായ പ്രയാസങ്ങൾ, രോഗത്തിലായിരിക്കുന്നവര്, മറ്റ് വിധമായ പ്രശ്നങ്ങൾ കഷ്ടപ്പെടുന്നവരെല്ലാം ഓർത്ത് പ്രാർത്ഥിക്കുന്ന കർത്താവെ. വടക്കേ ഇന്ത്യയുടെ പ്രദേശത്ത് കർത്താവെ വിശ്വാസ ശോധനയിൽ കർത്താവെ കഷ്ടം അനുഭവിക്കുന്ന കൂട്ടു സഹോദരങ്ങളുടെ സഹോദരിമാരെല്ലാം ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, അവർ കടന്നു പോകുന്ന കഷ്ടങ്ങളിൽ അവർക്ക് കർത്താവെ അത് നല്ല ധൈര്യവും ഉറപ്പും കൊടുത്ത് പ്രത്യാശ കൊടുത്ത് മുന്നേറുവാൻ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവെ. നാടുകളിൽ ദൈവമേ അവരോട് കരുണ ചെയ്യണമേ കർത്താവെ. ഈ സത്യദൈവവചനത്തെ അറിയുവാനും ദൈവമേ അംഗീകരിക്കുവാനും ദൈവയുടെ ഹൃദയങ്ങളിൽ കർത്താവെ ഇടപെടുവാറാണെന്ന് പ്രാർത്ഥിക്കുന്നു. നന്ദിയോടെ സ്തോത്രം. ഭരിക്കുന്ന ഭരണാധികളെ ഓർത്ത് പ്രാർത്ഥിക്കുന്ന കർത്താവെ, നിന്റെ ജനത്തിനെതിരായി കർത്താവെ നിയമങ്ങൾ നിർമ്മിച്ച് ജീവിതം കഷ്ടപൂർണ്ണമാക്കി മാറ്റുവാൻ ഇടയാക്കുമെന്ന് പ്രാർത്ഥിക്കുന്നു. അവർക്ക് വിവേകവും പരിജ്ഞാനവും കൂടുതൽ സഹായിക്കണമേ. അതിലുപരിയായി വരുന്ന ഒരാഴ്ചക്കാലം വിശ്വസ്തയിൽ കർത്താവെ ആത്മീയത്തിൽ ഞങ്ങളെ സൂക്ഷിക്കുവാൻ ദൈവം ഞങ്ങളെ സഹായിക്കണം. നന്ദിയോടെ സ്തോത്രം ചെയ്യുന്ന കർത്താവെ. സ്തോത്രം. ഞങ്ങൾക്ക് ദാനമായി തന്ന കുഞ്ഞുങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അവരുടെ സൺഡേ സ്കൂളിനെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു കർത്താവെ. പൈതങ്ങളെ അവിടെ അനുഗ്രഹിക്കണമേ. ചെറുപ്രായത്തിൽ തന്നെ കർത്താവെ ദൈവത്തെ അറിയുവാനും മഹത്വപ്പെടുത്തുവാനും ആത്മീയ താല്പര്യത്തിലേക്ക് കടന്നു വരുവാനും ഒക്കെ അവരെ സഹായിക്കുന്നതിനാൽ നന്ദിയോടെ സ്തുതിക്കുന്ന കർത്താവെ. അവരെ വചനം പഠിപ്പിക്കുന്ന എല്ലാ ദാസദാസന്മാരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അവരെ അനുഗ്രഹിക്കുകയും സഹായിക്കുകയും ചെയ്യണം. അത് അവരുടെ ജീവിതത്തിൽ അനുഗ്രഹമായി മാറ്റണം. ഞങ്ങളുടെ കോട്ടേജ് മീറ്റിങ്ങുകളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു കർത്താവെ. അവിടെ സഹായിക്കണമേ.
എല്ലാ പ്രിയപ്പെട്ടവരും പങ്കെടുക്കുവാൻ ദൈവം സഹായിക്കണം. നാട്ടിലായിരിക്കുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ടവരോട് പ്രാർത്ഥിക്കുന്നു, ഇവിടെ ആയിരിക്കുകയും ജോലി സ്ഥലത്തായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ട കൂട്ടുവിശ്വാസങ്ങളും ഞങ്ങളോട് പ്രാർത്ഥിക്കുന്നവരായിരിക്കുന്ന ഇടങ്ങളിലൊക്കെയും ദൈവം അവരെ സഹായിക്കണം. അവരുടെ പ്രാർത്ഥനാ വിഷയങ്ങൾക്ക് മറുപടി നൽകി സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. നൽകി തന്ന എല്ലാ നല്ല ദാനങ്ങൾക്കുമായി നിന്നെ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നു. ഞങ്ങളുടെ പ്രാർത്ഥന യാചന കേട്ടതിനായി സ്തോത്രം. യേശു ക്രിസ്തുവിന്റെ വലിയ നാമത്തിൽ താഴ്മയോടെ ചോദിക്കുന്നു, കൃപയോടെ കേൾക്കണം സ്വർഗ്ഗസ്ഥ പിതാവേ. ആമേൻ. ഹല്ലേലൂയ. പരിശുദ്ധ പിതാവേ, ഞങ്ങൾ മടങ്ങുന്നു. അങ്ങയുടെ സ്ഥാനം ഞങ്ങളുടെ കൂടെ ഇരിക്കണം. കർത്താവേ, അങ്ങയുടെ വരവ് താമസിക്കുന്നെങ്കിൽ അടുത്ത പാഴ്ച ഞങ്ങൾ ഒന്നിച്ചു കൂടുന്നവരെ ദൈവകൃപയിൽ ഞങ്ങളെ മറയ്ക്കണം, ഞങ്ങളെ അനുഗ്രഹിക്കണം. യേശു കർത്താവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. അതുപോലെ തന്നെ യേശു ക്രിസ്തുവിന്റെ കൃപയും പിതാവ് പുത്ര പരിശുദ്ധാത്മാവിൻ്റെ കൂട്ടായ്മയും സഹവാസവും സ്നേഹവും നമ്മളെല്ലാവരോടും കൂടെയും കടന്നു വന്ന എല്ലാ ദൈവജനത്തോടും ഭൂലോകമങ്ങും ചിതറിപ്പാർക്കുന്ന സകല വിശുദ്ധന്മാരുടെ കൂടെയും കർത്താവിൻ്റെ വരവുവരെയും എപ്പോഴും എന്തേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആർക്കപ്പെട്ട കുഞ്ഞാടിനും മഹത്വം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമീൻ. കർത്താവായ യേശുവേ, വേഗം വരാം.